എന്തെങ്കിലും ഒരു പരിപാടിയില്ലാതെ അവിടെ ജീവിക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചത്. എന്തെങ്കിലും ഒരു പരിപാടിയില്ലാതെ ജീവിക്കാൻ പറ്റും. ജോലി കഴിഞ്ഞ് വീട്ടിൽ പോണ സമയത്ത് കുറച്ച് മദ്യപിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ സിമ്മ് ഭാര്യയ്ക്ക് പരിചയമില്ലാത്തൊരു സിം കാർഡ് എടുത്തിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ഫോൺ ചെയ്യേ, അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്മറി കാർഡിൽ എന്തെങ്കിലും വൃത്തികേടുകേട് കാണുകയും ചെയ്യാതിരുന്നാൽ എങ്ങനെ ഇവിടെ ഒരു മനുഷ്യൻ സമാധാനത്തോടെ ജീവിക്കാന്നാണ് അയാളോട് ചോദിക്കുന്നത്. പറ്റൂല. എനിക്ക് പരിചയമുള്ള ഒരാളും അങ്ങനെയല്ല. മുസ്ലിം അല്ലാത്ത അമുസ്ലിമായ എന്റെ സുഹൃത്ത് എന്നോട് പറയുന്നു, എനിക്ക് പരിചയമുള്ള ഒരാളും അങ്ങനെയില്ല. സ്വന്തം ജോലി ചെയ്ത് മക്കളുടെയും കുട്ടികൾക്കും അത് ചെലവഴിച്ച് ഈ ഭൗതിക ജീവിതത്തിന്റെ സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നത് കൊണ്ട് മനസ്സ് തൃപ്തിപ്പെടൂല. എന്തെങ്കിലും ഒരു അഭിഹിതമായ പ്രവർത്തനം പ്രവർത്തിച്ചാലേ മനസ്സ് തൃപ്തിപ്പെടുള്ളൂ എന്ന് അയാൾ പറയുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാധിക്കും, പക്ഷെ നിങ്ങൾക്ക് സാധിക്കും, നമുക്ക് സാധിക്കും. എങ്ങനെ സാധിക്കും സഹോദരങ്ങളെ? ആ സന്തോഷം നമുക്ക് തരുന്നത് മദ്യം കുടിച്ച് ലഹരി പിടിപെട്ട് ബോധരഹിതനായി കാസർഗോഡ് ടൗണിന്റെ മൂലയിൽ കിടക്കുന്നവൻ അനുഭവിക്കുന്നതിന്റെ 10 മടങ്ങ് സുഖം ബോധത്തോടുകൂടി ഇരിക്കുമ്പോൾ ഈ ദീന് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അതൊരു പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്കും പറ്റൂല. അത് നാം ഉൾക്കൊണ്ടതിനനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മുഖവുര പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, വീണ്ടും ഒരു പുനർവിചിന്തനം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും നമ്മുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ചും നടത്തേണ്ടതുണ്ട്. പറ്റുന്ന ഞാൻ പറയുന്നു. അതുകൊണ്ട് ഈ ദീനിനേക്കാളും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പകരുന്ന ഒന്നില്ല. അതുകൊണ്ട് എന്താ പറയുക, ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവണം. എന്താ വെച്ചാൽ, ഒരു 4 ആൾ എവിടെയെങ്കിലും ഒന്ന് കൂടി കിട്ടാൻ വേണ്ടി ആൾക്കാർ ഇടങ്ങേറാകും, സംഘടനക്കാർ ഇറങ്ങേറാകും. ഓരോ പരസ്യങ്ങളുടെയും കോടികളുടെയും പരസ്യങ്ങളെ കൊടുക്കുന്നത് നിങ്ങൾ കേൾക്കണം. നമ്മളൊക്കെ ശാന്തമായി ആരും അറിയാതെ ഒരു ബോർഡും കൂടി ഇല്ലാതെ നടത്തുന്ന ഖുർആൻ ലേണിംഗ് സ്കൂൾ, ഇതേപോലെ വിജ്ഞാന വേദികളിലൊക്കെ ജനങ്ങൾ വന്നിട്ട് ആളുകൾ വരും. നമ്മുടെ സംഘടനയെ വിജയിപ്പിച്ച് സദസ്സ് കാലിയായി കിടക്കുന്നതിന്റെ മാനക്കേട് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹകരിക്കാൻ വേണ്ടി വിജയിപ്പിക്കാൻ വന്നതാ. ഒരാളെ കിട്ടൂല അങ്ങനെ വിജയിപ്പിക്കാൻ, ഒരാളെ കിട്ടൂല സഹോദരങ്ങളെ. ആളുകൾക്ക് സമയമില്ല അങ്ങനെ വരാൻ. ഒരു ക്ലാസ്സിന് അരമണിക്കൂർ വന്നാൽ കിട്ടുന്ന ജീവിത സമാധാനവും സുഖവുമാണ് ഇതിനാളുകളെ വരാൻ പ്രേരിപ്പിക്കുന്നത്. ഇത് വിശുദ്ധ ഖുർആനിലെ ആയത്ത്. ഖുർആൻ എന്തിനാന്ന് ചോദിക്കുന്നതിന്റെ മറുപടിയാണത്. നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള സതുപദേശം വശനകളും മനോവിഷമങ്ങൾക്കുള്ള മരുന്നാണ് ഈ ഖുർആൻ. ഇത് ചെറിയ കാര്യമല്ല. ഒരു വെള്ളിയാഴ്ച ആരുടെ ജീവിതത്തെയും വഴികാണിക്കാൻ പറ്റുന്ന വാക്കുകളിലൂടെയുള്ള ഒരു ഖുത്ബ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ സഹോദര, ഒരാഴ്ച ആ ഖുത്ബ കൊണ്ട് കിട്ടുന്ന മാനസിക സന്തോഷം, ആ ഒരാഴ്ച നിങ്ങൾ ഇടപെടുന്ന വേറൊരു കാര്യം കൂടി നമുക്ക് കിട്ടൂല. നമ്മൾ കേൾക്കുന്ന ഈ സീഡികൾ, കാസറ്റ്, ഈ പ്രഭാഷണം ഓരോരുത്തരും എന്ത് ചെയ്യണം? തിരിച്ചറിയണം. വളരെ വലിയൊരു സംഗതി. അങ്ങനെ അത് ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റുന്ന ഒറ്റായിരിക്കും. അങ്ങനത്തെ ആളുകളെ, അത് അനുഭവത്തിൽ വന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞു പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്കറിയാം, അത് ഈമാനിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ എന്റെ മോളെ ഞാൻ സ്നേഹിക്കുന്നു. എന്ത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ കുട്ടി, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് കയറി ഉടനെ ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിലേക്ക് വിളിച്ചപ്പോൾ എന്റെ വൈഫിനോട് എന്റെ ചെറിയ മോൾ ചോദിക്കുന്നു, ബസ് കിട്ടിയോ ഇല്ലയോ എന്ന ആശങ്ക കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ മനസ്സിലും നമ്മുടെ ഗൗരവപരമായ ജീവിതത്തെക്കുറിച്ചുള്ള ബോധം സ്നേഹത്തിന്റെ പേരിലല്ലേ സഹോദരങ്ങളെ? ആ കുട്ടികൾ കാണിക്കുന്ന ഓരോ സ്നേഹപ്രകടനങ്ങളും നമ്മുടെ മനസ്സിൽ അവരോട് സ്നേഹമുണ്ടാക്കും, സംശയമില്ല. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി, നമ്മൾ കണ്ടോ ആ മുഖം? കണ്ടില്ലല്ലോ സഹോദരങ്ങളെ.
എപ്പോഴെങ്കിലും സ്നേഹത്തോടുകൂടെ ആ പ്രവാചകനോടൊത്തൊന്ന് പെരുമാറാൻ അവസരം കിട്ടിയോ? എനിക്കും നിങ്ങൾക്കും ഇല്ല. നിങ്ങൾക്ക് കേൾക്കണോ? ജീവിതത്തിൽ ഇന്ന് നമ്മുടെ കൂടെ ഉറങ്ങുന്ന ഇണയേക്കാൾ, നമ്മളെ അങ്ങേയറ്റം ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുന്ന മക്കളെക്കാൾ, ആത്മസുഹൃത്തുക്കളെക്കാളും ഒരുപടി സ്നേഹം റസൂലുള്ളാഹിയോട് ഇല്ലെങ്കിലോ നമ്മൾ സത്യവിശ്വാസിയല്ല. നമ്മൾ സത്യവിശ്വാസിയല്ല. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. لا يؤمن أحدكم, നിങ്ങൾ ഒരാളും വിശ്വാസിയാവില്ല. حتى أكون أحب إليه, ഞാൻ അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിരിക്കണം. ആരെക്കാളും? മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, സ്വന്തം മക്കളെക്കാളും വാപ്പനേക്കാളും ലോകത്തുള്ള സർവ്വരെക്കാളും. അങ്ങനെ വേണ്ടേ? ഒന്നും കൂടെ മനസ്സിലാവാൻ ഞാൻ പറഞ്ഞുതരാം. സ്നേഹനിധിയായ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, നിനക്ക് നിന്റെ വാപ്പനെയാണോ ഏറ്റവും ഇഷ്ടം, എന്നെയാണോ? ഒരു ഭർത്താവിന്റെ ഒരു ചോദ്യം, ഒരു പരീക്ഷണത്തിന്റെ ചോദ്യം. ആ ഭാര്യ സമർത്ഥമായി മറുപടി പറഞ്ഞു, ഭർത്താവ് എന്ന നിലക്ക് നിങ്ങളെ, വാപ്പ എന്ന നിലക്ക് വാപ്പാനെ. അതൊരു നല്ല മറുപടിയല്ലേ സഹോദരങ്ങളെ? അങ്ങനെ മതി, അങ്ങനെ മതി. ഒരു കുട്ടി എന്ന നിലക്ക് ഞാൻ എന്റെ കുട്ടിയെ സ്നേഹിക്കുന്നു, ഭാര്യ എന്ന നിലക്ക് ഭാര്യയെ സ്നേഹിക്കുന്നു, പ്രവാചകൻ സഹോദരങ്ങളെ എത്രമാത്രം അറിയൂ. എന്റെ മക്കൾ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്കൊരു അനിഷ്ടം തോന്നിയാൽ എനിക്ക് പ്രശ്നമല്ല. എന്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു അനിഷ്ടം തോന്നിയാൽ ഞാനത് പ്രകടിപ്പിക്കാതിരുന്നാൽ മതി. വാപ്പ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉമ്മ പറഞ്ഞതുമില്ല, വാപ്പ പറഞ്ഞത് എനിക്ക് പ്രായോഗികമല്ലാത്തതും എന്നോടുള്ള ദേഷ്യത്തിന്റെയോ വിരോധത്തിന്റെയോ പേരിൽ പറഞ്ഞതാണെന്ന് എനിക്ക് ഉറപ്പ്. എന്റെ മുഖത്തത് കാണാതിരുന്നാൽ മതി. എന്നെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യത്തിൽ മനസ്സിൽ വെറുപ്പ് തോന്നിയാലോ, فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم فلا وربك لا يؤمنون. നിന്റെ രക്ഷിതാവാണ് സത്യം, അവർ വിശ്വാസിയാവുകയില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, ثم لا يجدوا في أنفسهم حرجا مما قضيت ثم لا يجدوا في أنفسهم, അവിടെ മനസ്സിൽ പിന്നീട് അനുഭവപ്പെടാൻ പാടില്ല ഹറജം മിമ്മാ ഖളൈത്, നീ വിധി പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു മനപ്രയാസം പോലും. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞല്ലോ എന്നൊരു വിഷമം മനസ്സ് തോന്നിയാൽ അവൻ വിശ്വാസിയല്ല. അത്ര സ്നേഹം വേണം. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ആ സ്നേഹം ഉണ്ടാകും? ഒരിക്കലും ജീവിതത്തിൽ കാണാത്ത ആ മഹാത്മാവിനോട്, ആ പ്രവാചകനോട് എങ്ങനെ സഹോദരങ്ങളെ നമുക്ക് ആ സ്നേഹം ഉണ്ടാവുന്ന ഞാൻ നമ്മുടെ തൊട്ടുതലോട് നിൽക്കുന്ന മക്കളോട് തോന്നുന്നതിനേക്കാളും, ഓർമ്മയില്ലാത്ത കാലം മുതൽ നമ്മളെ താലോലിച്ച് വളർത്തിയ മാതാപിതാക്കളോടുള്ളതിനേക്കാളും സ്നേഹം ആ പ്രവാചകനോട് തോന്നുക തന്നെ ചെയ്യും. എങ്ങനെ? അത് ആ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന കാര്യം ജീവിതത്തിൽ അനുഭവിച്ചവർക്ക് ഏറ്റവും വലിയ സ്നേഹം ആ പ്രവാചകനോടായിരിക്കും സഹോദരങ്ങളെ. ഒരു സംശയക്കാര്യത്തിൽ വേണം. ജീവിതത്തിൽ 10-25 കൊല്ലം കൊണ്ടുനടന്നൊരു വേദന ഒരു സർജറി നടത്തി മാറ്റി തന്ന ഒരു ഡോക്ടറോടൊരു സ്നേഹം തോന്നുന്നു. അതൊരു അനുഭവത്തിന്റെ സ്നേഹമാണ്. എന്നാൽ അങ്ങനത്തെ 1000 അനുഭവങ്ങൾ ദിനം പ്രതി ഒരു മുസ്ലിമിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്റെ ഉദാഹരണം പറയാം. രാത്രി ഉറങ്ങണ സമയത്ത് ഈ കൊതുകുതിരി കത്തിച്ചു വെച്ചു ജനവാതിൽ, ജനലിന്റെ ഈ തരിപ്പിൽ വെച്ചു കൊതുകുതിരി. അപ്പൊ കൊതുകുതിരി ഇങ്ങനെ കത്തി റൗണ്ടിൽ ഇങ്ങനെ കത്തി കത്തി വന്നിട്ട് അവസാനം എന്ത് വെച്ചാല് അതിന്റെ സ്റ്റാൻഡിൽ നിന്ന് താഴെ വീണു. സ്റ്റാൻഡിൽ നിന്ന് താഴെ വീണ് കത്തി വന്നു. താഴെ വീണത് എവിടുക്കാന്ന് നിങ്ങള് നേരെ കടക്കയിലേക്കാണ്, ബെഡിലേക്കാണ്. ബെഡിൽ വേണ്ടി ബെഡ് കത്തി, ബെഡിന്റെ ഒരു മൂല മുതൽ ഇങ്ങനെ ശരിക്കും തീക്കനൽ പോലെ കത്തി വരും. കത്തി വന്നിട്ട് റൂമിൽ മുഴുവൻ പുക. പെട്ടെന്ന് കുടുംബനാഥൻ ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല, ഇരുട്ട്. ലൈറ്റിട്ട് നോക്കുമ്പോഴും റൂമിൽ നിറച്ച് പുക. അങ്ങനെ പെട്ടെന്ന് ഭാര്യയും കുട്ടികളെയും വിളിച്ചുണർത്തി പുറത്ത് കിടത്തി. ഒരു കുടുംബം ഒന്നിച്ചൊരു ബെഡിലെ കിടക്കണേ, കത്തിയൽ മുഴുവൻ തീർന്നു. പക്ഷെ സഹോദരങ്ങളെ, കാലിന്റെ അടുക്കൽ തീയെത്തും മുമ്പ് തീയിന്റെ ചൂടറിയാതെ ഞെട്ടി ഉണർന്നു. ഉണർന്നു നിന്നിട്ട് അയാൾ ഭാര്യയോട് ചോദിച്ചതാണ്,
നീ രാത്രി لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفران. ഞാനും സഹോദരങ്ങളെ രാവിലെ അതാരെ പഠിപ്പിക്കുന്ന സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് ആ നിമിഷമുണ്ടായ സ്നേഹം റസൂലുള്ളാഹിയോട് ആ സ്നേഹം തോന്നി. ഞാൻ ഇന്നും ഓർക്കുന്നു, എന്റെ സുഹൃത്ത് അതിവേഗത്തിൽ വാഹനം ഓടിക്കുന്നു. പെട്ടെന്നൊരു കുട്ടി റോഡൻ ആ കുട്ടി മരിക്കും എന്ന് മുന്നിരിക്കുന്ന എനിക്ക് ഉറപ്പ്. പക്ഷേ ആ കുട്ടിയുടെ ദേഹത്ത് തട്ടാതെ വണ്ടി നിന്നു. വണ്ടി നിന്നതിന് ശേഷം വണ്ടി ഓഫാക്കി, സൈഡിൽ ഓഫാക്കി 2 കൈയും തലക്ക് വെച്ച് കിടന്നിട്ട് ആ സുഹൃത്ത് പറഞ്ഞ ആദ്യ വാചകം തന്നെ, ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റബ്ബേ, നിന്നിൽ ഏൽപ്പിക്കുന്നു, എനിക്ക് എന്തു ശക്തി. ഞാൻ 25 കൊല്ലമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണ്. പക്ഷെ എനിക്കെന്തു ശക്തി. നീ വിചാരിച്ചില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യുന്നതാണ്. നിനക്കല്ലാതെ കഴിവില്ല, നിനക്കല്ലാതെ ശക്തിയില്ല. നിന്റെ നാമത്തിൽ നിന്നെ മറന്നുകൊണ്ട് ഇറങ്ങില്ല ഞാൻ. എന്റെ വീടിന്റെ പടിയിറങ്ങുമ്പോൾ ഏറ്റവും കാവലായ നിന്നെ ഏൽപ്പിച്ച് ഞാൻ എന്റെ കാല് വെച്ചിറങ്ങൂ. അതുകൊണ്ടാ പറ്റാറുന്നത്. സഹോദരങ്ങൾ, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ജീവിതത്തിൽ ഏറ്റവും അധികം ആരെ സ്നേഹിക്കുക? നിങ്ങൾ പറയും, ആരെ സ്നേഹിക്കുക? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക. സഹോദരങ്ങളെ, ഞാൻ വെറുതെ പറയില്ല. ഇത് ജീവിതാനുഭവങ്ങളിൽ ഒരു ഇസ്ലാം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ച് അത് നിങ്ങളുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും അനുഭവമായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രവാചകനേക്കാളും പ്രിയപ്പെട്ടതായി ജീവിതത്തിൽ മറ്റൊന്നും ഉണ്ടാവില്ല, വേറൊന്നും ഉണ്ടാവില്ല. സത്യമാണ്. എന്നോട് എന്റെ സുഹൃത്തിന്റെ ഭാര്യ പറഞ്ഞു, സ്വർഗമാണ് ഈ ജീവിതം, സ്വർഗം. ആ പെൺകുട്ടി അത്ര മലയാള സാഹിത്യം പഠിച്ചിട്ട് വേണമെന്നല്ല, ജീവിതാനുഭവത്തിൽ നിന്നും ഉതിർന്നു വരുന്ന വാക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ജീവിതം സ്വർഗമാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഒന്നെന്താന്ന് വിചാരിച്ചാൽ ഇയാൾ ഇത്രയും കാലം ഗൾഫിലിരുന്നു, ഇപ്പൊ അയാൾ നാട്ടിൽ വന്നു, അതുകൊണ്ട് എല്ലാത്തിനും കൂടെ ഉണ്ട് ഒരു സമാധാനം. എന്നാ അതിനേക്കാളും വലുതൊന്നും, ഇയാൾ ഇവിടുന്ന് പോയ സമയത്ത് ഞങ്ങൾ തൗഹീദിന്റെ ആൾക്കാരല്ല, സെലഫികളല്ല. അയാൾ അവിടെ പോയി സെലഫിയായി, അയാൾ കൊടുക്കുന്ന കാസറ്റ് കേട്ട് ഞാനും ഒരു മുജാഹിദായി. ഇപ്പൊ അയാളെ ഏറ്റവും വലിയ മുജാഹിദ് ഞാനാണ്, ഞങ്ങളെ കുട്ടികളും അതിന്റെ ആൾക്കാരാണ്. ഞങ്ങൾ ഈ ആദർശം സ്വീകരിച്ച നിമിഷം മുതൽ അതിന്റെ മുമ്പ് ജീവിച്ച 20 കൊല്ലത്തെ അപേക്ഷിച്ച് ഞങ്ങൾ അനുഭവിക്കുന്ന സുഖം ചെറുതല്ല. അപ്പൊ സഹോദരങ്ങൾ, എന്തേ പുതിയതുണ്ടായി? 20 കൊല്ലം ദാമ്പത്യമായി അവർ ജീവിച്ചു, അവർക്ക് മക്കളുണ്ടായി, വീടുണ്ടായി, സൗകര്യമുണ്ടായി. പക്ഷേ ആ വീടിനുള്ളിൽ ഇല്ലാത്തത് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത്? ഈ ഖുർആനിന്റെ ശബ്ദം, ഈ പ്രവാചകന് അനുധാവനം ചെയ്യുന്ന ജീവിത മാതൃകകൾ. അതേ അവിടെ ഇല്ലാതിരുന്നുള്ളൂ. അത് കാസറ്റിലൂടെ, സീഡിയിലൂടെ വീട്ടിലെത്തിയപ്പോൾ ആ സ്ത്രീ പറയുന്നു, ഇന്നൊരു പുതിയ ദാമ്പത്യം ആരംഭിച്ച ആനന്ദകരമാണ് നമ്മുടെ ജീവിതം. സഹോദരങ്ങളെ, നമ്മൾ കുറ്റബോധത്തോടെ കാണണം. നമ്മൾ കേട്ടതൊക്കെ സ്വീകരിച്ചു ഇല്ല. നമ്മളൊക്കെ നമ്മുടെ ദേഹേച്ഛകൾക്ക് തകരാറ് പറ്റാത്ത, നമുക്ക് വലിയ പരിക്ക് പറ്റാത്ത, നമ്മുടെ സാമ്പത്തിക ജീവിതങ്ങൾക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കാൻ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളൂ. എല്ലാവരും അങ്ങനെ സ്വീകരിക്കുള്ള കാര്യമുണ്ട്. ഞാൻ കുറ്റപ്പെടുത്താൻ പറയല്ല. നമ്മുടെ സഹോദരിമാർ വേഷം ധരിച്ചു, സഹോദരങ്ങളെ, ഒരു മഫ്തയിട്ടു, പർദ്ദയിട്ടു, ഈ മുഖം മറച്ചു തന്നെ പേര് എല്ലാം ചെയ്തു എന്ന് വരുന്നത്. സഹോദരങ്ങളെ, അപ്പോഴും ആ പർദ്ദ അല്പം ദേഹത്ത് ഇറുകി നിൽക്കുന്നു, ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു. മാറിൽ എവിടെയോ വീണ്ടും മറയാൻ ഇനിയും ഭാഗങ്ങൾ കാത്തു നിൽക്കുന്നു. എന്താ പ്രശ്നം? നമ്മൾ വിചാരിച്ച കാര്യമില്ല സഹോദരങ്ങളെ. അതൊരു അനുഭവമായി ഏറ്റെടുത്താൽ കാണൂലാരും. അത് ജീവിതത്തിൽ ഒരു അനുഭവമായിട്ട് ഏറ്റെടുത്താൽ വേറെ ആരും കാണൂല. വേറെ ഏത് രൂപത്തിൽ ഡ്രസ്സ് ധരിച്ചാലും വേറൊരു കാണും, അത് പൂർത്തിയാവില്ല. പോട്ടെ സഹോദരങ്ങളെ, ഏറ്റവും വലിയ പരാതി ആൾക്കാർ പറയുന്ന നിസ്കാരം. ജീവിതത്തിൽ ഏറ്റവും ആനന്ദമുള്ള പ്രവൃത്തി ഏതാന്ന് വെച്ചാൽ നമസ്കാരം. വേറെ എന്തല്ലത്? നമസ്കാരത്തെക്കാളും ആനന്ദകരമായി ജീവിതത്തിൽ മറ്റൊരു പ്രവർത്തനമില്ല സഹോദരങ്ങളെ, ഒരു പ്രവർത്തനമില്ല. അപ്പുറത്ത് കുട്ടികൾ ആഹ്ലാദിച്ചു ചിരിച്ചു മുറ്റത്ത് കളിക്കുന്നു, ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ മനസ്സിണങ്ങുന്ന തമാശകളും വർത്തമാനങ്ങളും പറഞ്ഞ് നമ്മളും ഭാര്യയും
സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നു, സന്തോഷകരമായ ഒരു നിമിഷം. പക്ഷെ അതിനേക്കാളും ആനന്ദകരമാണ് നിസ്കാരത്തിന്റെ സമയം. അത് ഞാൻ പറയണതല്ല, നമസ്കാരം നമുക്ക് പഠിപ്പിച്ചു തന്ന, നമസ്കാരത്തിന്റെ ആത്മാവറിഞ്ഞ് ഏറ്റവും നന്നായി നമസ്കരിച്ച നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞതാണത്. ഖുറത്തു ഐനി ഫിസ്വലാ, ഞാൻ ഏറ്റവും അധികം ആനന്ദം അനുഭവിക്കുന്നത് നിസ്കാരത്തിലാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നാണ്. പക്ഷെ സഹോദരങ്ങളെ, ആ അനുഭൂതിയോടുകൂടെ, ആത്മനിർവൃതിയോടുകൂടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നാം പുനർവിചിന്തനം നടത്തണം. ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ ഇത് ഒരു അനുഭവകരമായി വരണമെങ്കിൽ മാറിയാൽ മാത്രമേ പറ്റുള്ളൂ. നിസ്കരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ, നമസ്കാരത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളെന്താന്ന് വിചാരിച്ചാൽ, ആരോട് സംസാരിക്കുമ്പോഴും അയാൾക്ക് നമ്മളെ പറ്റി അറിയില്ല. ഞാനൊരു സ്ഥലക്കച്ചവടത്തിന് വേണ്ടി എന്റെ സുഹൃത്തോട് സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്നെ പറ്റി അറിയില്ല. അയാൾ എന്നെ പറ്റി മനസ്സിലാക്കുന്നത് ഞാൻ വിശ്വസ്തനായ ഒരു വ്യക്തിയാണെന്നാണ് അയാൾ മനസ്സിലാക്കുന്നത്. എന്റെ ഉള്ളും എന്റെ സംസാരത്തിന്റെ അകപ്പൊരുളൊന്നും അയാൾക്ക് അറിയില്ല. എന്ന സഹോദരങ്ങളെ, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവസ്ഥ കഴിയും. പടച്ചോലിട്ട് നിൽക്കണേ. എനിക്ക് ഉറപ്പ് മനസ്സിൽ തോന്നുമ്പോൾ എന്തുണ്ടാവുക, നമ്മുടെ ആത്മാർത്ഥതയില്ലാത്ത ജീവിതം നമ്മുടെ മനസ്സിലേക്ക് മുന്നിൽ ഇങ്ങനെ അയാളോട് കാണിച്ച അനീതി എത്രയാണ്. ഞാൻ അയാളെ പറ്റിച്ചല്ലേ അന്ന് ഞാൻ ആ പണം കൈവശപ്പെടുത്തിയത്. ഇന്ന് എന്റെ കണ്ണിൽ ഞാൻ കണ്ട സുഹൃത്തിനോട് പറഞ്ഞ വാക്കുകൾ എന്താണ്? സഹോദരങ്ങൾ, ഓരോന്നും മനസ്സിൽ പറ്റൂല. ഒരിക്കലും നമസ്കാരത്തിന്റെ ആത്മനിർവൃതി അനുഭവിച്ചുകൊണ്ട് നിസ്സവം ഉണ്ടാവില്ല. നിസ്കരിക്കുന്നുണ്ടാവും ഇങ്ങനെ, അതുകൊണ്ട് നിസ്കരിക്കാൻ തോന്നൂല. ഞാൻ പറഞ്ഞു, നിസ്കരിക്കാൻ തോന്നൂല. നിസ്കരിക്കാൻ തോന്നുന്നുണ്ടോ സഹോദരങ്ങളെ? മനപ്രയാസം വരാത്തത് എന്തേ? നമസ്കാരത്തിന്റെ അനുഭൂതി അറിയില്ല. നമസ്കരിച്ചത് നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും പടച്ചവനോട് സഹായം ഇല്ല. ആ നമസ്കാരത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളാത്തവർക്ക്, ഭക്തിയോടുകൂടെ നിസ്കരിക്കാത്തവർക്ക് നമസ്കാരമാണ് ജീവിതത്തിൽ ഏറ്റവും ഭാരമേറിയ ജോലി. നിസ്കരിക്കുന്നത് ഭയങ്കര പണി സഹോദരങ്ങളെ. ഒരു ഭാരം ചെയ്യാൻ തോന്നുന്നില്ല, പോകാനാവുന്നില്ല, സമയത്തും കൃത്യത്തിനും വരാൻ പറ്റുന്നില്ല പള്ളിയിൽ. അത് നിർവൃതിയോടുകൂടെ നിസ്കരിക്കുന്ന ഒരാൾ അവസ്ഥ അരിച്ചൊക്കെ നിങ്ങൾ 5 വക്തിലാണ് ആനന്ദം ജീവിതത്തിൽ അനുഭവിക്കുന്നത്. എല്ലാ തിന്മകളെയും പ്രതിരോധിച്ച് മനസ്സമാധാനത്തോടെയും മനസ്സന്തോഷത്തോടു കൂടിയും നിസ്കരിക്കാൻ പറ്റുന്നത്, അനുഭവിക്കാൻ പറ്റുന്നവനല്ലേ സഹോദരങ്ങളെ നിസ്കാരത്തെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. പ്രവർത്തനങ്ങളും അങ്ങനെ. നിങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. ഏറ്റവും അധികം ജീവിതത്തിൽ അനുഭൂതി അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ് ഹജ്ജിന്റെയും ഉംറന്റെയും സമയം. പോയ ആൾക്കാരെ കാര്യം സാഹസനം മിക്കവാറും ആൾക്ക് അതൊരു വല്ലാത്ത സമയമാണ്. ഞാൻ ആ രംഗത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരിക എന്താന്ന് വെച്ചാൽ, ഞാൻ എന്റെ ഏറ്റവും അടുത്ത ഒരാൾക്ക് മഹറമായിട്ട് ഞാൻ ഹജ്ജിന് പിന്നെ ഉംറക്ക് പോകും. മഹറമായിട്ട് ആ പോണ സമയത്ത് ചെറിയ കുട്ടികളെ വീട്ടിലിട്ടുകാട് പോവല്ലോ. പോണ സമയത്ത് എന്താന്ന് വിചാരിച്ചാൽ, തിരുവനന്തപുരത്ത് പോയി ഫ്ലൈറ്റ് കയറാനുള്ള 10 മണിക്കൂർ നേരത്തെ 8 മണിക്കൂർ നേരത്തെ ട്രെയിൻ യാത്രയിൽ മുഴുവനും എന്ത് ചെയ്തു? ഫ്ലൈറ്റിൽ കയറിയത് കുട്ടികളെ വിവരം ചോദിക്കണ്ടേന്ന് പറയണം, മനസ്സിലായി? എന്നാൽ അവിടെ ഏറ്റവും അധികം അത് കഴിഞ്ഞ് ഒരു 15 ദിവസം പൂർത്തിയായി ഉംറന്ന് തിരിച്ചു പോരും. അപ്പൊ ലാത്തോളം അവർ കരഞ്ഞു. അപ്പൊ ഏതാ പ്രധാനം? ഹറം കഴിഞ്ഞ് വീട്ടിലെത്തുവോളം കരഞ്ഞു. എന്താ കാരണം സഹോദരങ്ങളെ? ആ നിർവൃതി ഭയങ്കര. സ്വന്തം മക്കൾ നൽകാത്ത ഒരു നിർവൃതി ഉമ്മക്ക് ആ മഹത്തായ ആരാധന നൽകുന്നു എന്ന് ജീവിതാനുഭവങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. പടച്ചോൻ നമ്മളെ കഷ്ടപ്പെടുത്താൻ ഒന്നും വെച്ചിട്ടില്ല. പക്ഷേ ആത്മാവ് കാണാത്ത, ആത്മാർത്ഥതയില്ലാത്ത, ഉൾക്കൊള്ളാത്ത, ആസ്വാദനം കിട്ടാത്തവർക്ക് ഈ മതം ഒരു ഭാരമാണ് സഹോദരങ്ങളെ.
ഒരു പ്രയാസമായത്. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا لا يكلف الله. നമുക്കെല്ലാം ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്നതാണ് ശരിക്കും ഈ ദീനിന്റെ രംഗം എന്ന് പറഞ്ഞാൽ. അതിലൊരു സംശയം നിങ്ങൾക്ക് വേണം. സഹോദരങ്ങളെ, എവിടെയെങ്കിലും ആ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ തെറ്റിയോ അതിന്റെ ദുരന്തമാണ് ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഒരു +2 പഠിപ്പിക്കുന്ന ഭാര്യയും ഭർത്താവുമാണ്, 2 മാഷന്മാരാണ്, മുസ്ലിങ്ങളാണ്. 14 കൊല്ലമായി അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു. 2 പേർക്കും ശമ്പളമുണ്ട്. 2 പേർക്കും ശമ്പളമുണ്ട്. സ്വന്തമായി ശമ്പളത്തിന് അവർ വീട് വെച്ചു. 4 രജിസ്ട്രേഷൻ കാറിലാണ് അവർ എൻ്റെ വീട്ടിൽ വരുന്നത് ജീവിതത്തിന്റെ പ്രശ്നം അവതരിപ്പിക്കാൻ വേണ്ടി. പക്ഷെ സഹോദരങ്ങളെ, എന്താ പ്രശ്നം? അപ്പൊ അയാൾ പറയാണ്, ഇവൾക്കൊക്കെ ഉണ്ട്, ഇല്ലാത്ത എന്താ, ഇപ്പോഴും കുപ്പായത്തിന്റെ കൈ ഇത്രയായിരിക്കും, ശരിക്കൊന്നും തട്ടിടൂല, നിസ്കരിക്കാൻ ഞാൻ പറയണം എന്നാലും നിസ്കരിക്കുള്ളൂ, എന്തൊക്കെ അവളുടെ മതപരമായ തകരാറുകൾ അയാൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ ചോദിച്ചു, കല്യാണം കഴിക്കുന്ന സമയത്ത് അവൾ എങ്ങനെയാണ്? അതിനയാളുടെ മറുപടി ഇങ്ങനെ തന്നെയായിരുന്നു. അയാൾ കാണാൻ ചെല്ലുന്ന സമയത്തും ഇവിടെ ഹാഫ് കൈ കുപ്പായവും ദീനുമായി ഒരു ബന്ധമല്ല, നിസ്കാരമല്ല, ഒരു പരിപാടിയില്ല, അങ്ങനെ തന്നെയായിരുന്നു. ആ അവസ്ഥ ഇന്ന് വരെ മാറിയിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്തു പറഞ്ഞാലും അത് സ്വീകരിക്കില്ല, കേൾക്കില്ല. അപ്പൊ ആളുകൾ പറയുന്നത് ദീനില്ലെങ്കിൽ ബാക്കിയൊക്കെ ഉണ്ടായ അവർക്കെല്ലാം ഉണ്ട്. അവർ വന്നത് പുതിയ കാണിലാണ്. അവർ താമസിക്കുന്ന വീട്ടിൽ അവളെ ശല്യപ്പെടുത്താൻ ഒരു അമ്മായിമ്മയില്ല, ഒരു നാത്തൂനില്ല. അവിടെ സ്വന്തം വീടാണ്, 2 ആൾക്കും ഒരേ അവകാശമുള്ള വീട്. പക്ഷെ സഹോദരങ്ങളെ, ഈ ദീനും വിശ്വാസവും നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു ആദർശവും ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും സുഖത്തോടെ അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു മഹത്വം തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് സഹോദരങ്ങളെ ആസ്വദിച്ച് ജീവിക്കണം. അതുകൊണ്ടാണ് ഖുർആനെ പറ്റി അള്ളാഹ് പറഞ്ഞത്, മടുപ്പ് കോട്ടുവായിട്ടോ അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഏതുകൊണ്ട്? ഖുർആൻ കൊണ്ട് സന്തോഷിക്കാം. അപ്പൊ സുഹൃത്തെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഏതാ? ഖുർആൻ ഉത്തരം പറയണം. അത് പറയുന്നിടത്തേക്ക് എത്തുമ്പോഴാണ് സഹോദരങ്ങളെ ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ ആത്മാവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം നമ്മൾ ഉൾക്കൊണ്ടാൽ നമുക്ക് മാറാൻ പറ്റും, എനിക്ക് ഉറപ്പുണ്ട്. എന്താണ് ആ ഉൾക്കൊള്ളേണ്ട കാര്യം? ജീവിതത്തിലെ എന്ത് അനുഗ്രഹങ്ങളും അറിഞ്ഞ് അനുഭവിക്കാൻ നമുക്ക് പറ്റണം. അറിഞ്ഞനുഭവിക്കാൻ പറ്റണം. അറിഞ്ഞനുഭവിക്കാൻ പറ്റില്ല എപ്പോഴാന്ന് വെച്ചാൽ, ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാതെ കുട്ടികൾക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുക്കണമെങ്കിൽ വരെ കടം വാങ്ങേണ്ട ആളുകളുള്ള സ്ഥലത്താണ് സഹോദരങ്ങളെ 10,000, 20,000, 40,000 ഞാൻ ശമ്പളം വാങ്ങണമെന്ന് എനിക്ക് ബോധമാണ്. അപ്പൊ എന്റെ ശമ്പളത്തിന്റെ വില എനിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലാവും. രാത്രി 4ഉം 5ഉം ഗുളിക ഭാര്യ ഒരു പാത്രത്തിൽ എടുത്തു വെച്ച് കൊടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അത് മുഴുവനും ഓരോന്ന് കുടിച്ചിട്ടാണ് ഒരാൾ ഉറങ്ങുന്നത്. ആ സമയത്ത് ഇതുവരെ ഒരു ഇംഗ്ലീഷ് മരുന്ന് വായിൽ വെക്കേണ്ടി വരാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾ ആ അനുഗ്രഹം മനസ്സിലാക്കണ്ടേ, അറിയണ്ടേ അയാൾ? അപ്പോഴല്ലേ അതിന്റെ മഹത്വം അയാൾക്ക് മനസ്സിലാവുള്ളൂ, അല്ലേ? ഹോട്ടലിൽ കയറി ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് നിങ്ങളെ കുട്ടികൾ കഴിച്ചിട്ട ഭക്ഷണത്തിന്റെ അവശിഷ്ടം നോക്കൂ. നിങ്ങൾ അതിലൊക്കെ ഭക്ഷണത്തിന്റെ ഭാഗങ്ങളുണ്ടാവും. എന്തേ? അവർക്ക് അറിയില്ലല്ലോ അതിന്റെ വില. അറിയോ സഹോദരങ്ങളെ? പൈസ നമ്മളല്ലേ കൊടുക്കണത്? അറിയില്ല. അറിയാത്തവർക്ക് ഒരിക്കലും അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റൂല. അറിയാത്തവർക്ക് അതാ പ്രശ്നം. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക ഓരോന്നിനും. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അതേതാ സഹോദരങ്ങളെ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നു ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും അനുഷ്ഠിക്കുവാനുമുള്ള വലിയ ഒരു പ്രവർത്തനത്തിന്റെ സമാഹാരത്തിന്റെ ഭാരം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു എന്നാണോ? അല്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തിയാക്കി തന്നു.
ഒന്നുകൂടെ പറഞ്ഞാൽ എന്റെ അനുഗ്രഹത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ അങ്ങേയറ്റം പ്രയോജനപ്രദമായ ഈ മതത്തെ ഞാനിതാ തൃപ്തിപ്പെട്ട് നിങ്ങൾക്ക് കൈമാറിയിരിക്കുന്നു, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് തന്നിരിക്കുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. നിങ്ങൾക്കും കിട്ടിയ ഈ ഹിദായത്ത് ഇതെങ്ങനെ കിട്ടിയത്? ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ? കിട്ടൂല സഹോദരങ്ങളെ. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആൾക്കാരല്ലേ നമ്മൾ ഈ കാണുന്ന എല്ലാ ദർഗന്റെ മുകളിൽ വിരിച്ച പച്ചപ്പുതപ്പ് മുഖത്ത് വെച്ച് മുഖം പൊത്തി കരഞ്ഞ് പടച്ചവനോട് പറയുന്നേക്കാളും സങ്കടത്തിലും സ്നേഹത്തിലും ആ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നവര് ഇസ്ലാമിൽ ജനിച്ച ആൾക്കാരല്ലേ? ഇസ്ലാമിൽ ജനിച്ച കിട്ടൂ സഹോദരങ്ങളെ? കിട്ടൂല. കുറച്ച് ബുദ്ധി ശക്തിയും കഴിവൊക്കെ ഉണ്ടെങ്കിൽ കിട്ടൂ? ഒന്നും കിട്ടൂല. അത് പടച്ചവൻ കൂടുന്നു തരികയാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിലെത്തിയ ആള് പറഞ്ഞത് അള്ളാഹു ഞങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ കിട്ടൂലത്. സഹോദരങ്ങളെ, ഒരു മുസ്ലിമായി ഹിദായത്തോടെ ജീവിക്കാനുള്ള സൗഭാഗ്യം പടച്ചോൻ അറിഞ്ഞ് തന്നതാണ്. അത് ബോധ്യമുള്ളവൻ എന്റെ വേല അറിയുന്നവൻ അതിനെ പ്രയോജനപ്പെടുത്തും. വേല അറിയുന്നവനല്ലേ അതിനെ പ്രയോജനപ്പെടുത്തുള്ളൂ, അല്ലാത്തതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റൂല. അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഖാബ്. അത്യധികമായി നൽകുന്ന നാഥാ, നിന്റെ ദാനത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നത് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഈ ഹിദായത്ത് ഞങ്ങൾക്ക് തന്നതിന് ശേഷം നീ ഞങ്ങളെ ഇതിൽ നിന്ന് തിരിച്ചെടുക്കരുതേ, ആ ഹിദായത്തിനെ തിരിച്ചു കൊണ്ടുപോകരുത്. അപ്പോ അള്ളാഹു നമുക്ക് തന്ന ഒരു മഹാനുഗ്രഹമാണ് ഈ ഹിദായത്ത്. രണ്ട് നിലക്കാ ഹിദായത്ത് കിട്ടുക എന്നാണ് ഖുർആനും ഹദീസും വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത്. ഒന്നെങ്ങനെ അറിയുന്നത്? ഒന്ന് ഹിദായത്തുൽ ഇർഷാദി വൽ ബലാഗ്, അതായത് പ്രവാചകന്മാർ വന്ന് പ്രബോധകന്മാർ വന്ന് ഇസ്ലാമിക കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് ഹിദായത്താണ് കിട്ടുക, അറിവ് കൊണ്ട് കിട്ടുന്ന ഹിദായത്ത്. അതായിരിക്കാം പലപ്പോഴും നമ്മളൊക്കെ അതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം. പല പ്രഭാഷണങ്ങളോ പ്രസംഗങ്ങളോ സീഡികളോ ഖുത്ബകളോ ആകാം സഹോദരങ്ങളെ നമ്മളിതിലേക്ക് എത്തിച്ചത്. അതെത്തും. ലികുല്ലി ഖൗമിൻ ഹാദ്, എല്ലാവർക്കും അള്ളാഹു അങ്ങനെ ഓരോ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവർക്കത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. രണ്ടാമത്തെ സഹോദരങ്ങളെ, തൗഫീഖ്, ഹിദായത്തിന്റെ തൗഫീഖ്, അള്ളാഹ് തൗഫീഖ് തരിക. അള്ളാന്റെ പ്രത്യേകമായ ഒരു പരിഗണനയിൽ പെടുന്നവർക്ക് ആ ഹിദായത്ത് കിട്ടും. അതുകൊണ്ടാണ് അബൂ താലിബിനെ എങ്ങനെയെങ്കിലും ഒന്ന് കലിമ ചെല്ലിപ്പിക്കാൻ വേണ്ടി നടന്ന റസൂലുള്ളാഹിയോട് അള്ളാഹ് പറഞ്ഞത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. മുഹമ്മദ് നബിയെ, നിനക്കിഷ്ടമുള്ളവരെ കുറിച്ചിട്ട് കൊടുക്കാൻ പറ്റിയതല്ല ഹിദായത്ത്, അതെ പടച്ചോൻ കൊടുക്കണം. അപ്പൊ സഹോദര, പടച്ചോൻ തന്നില്ലേ നമുക്ക്? മക്കളെ തന്നില്ലെങ്കിൽ എന്താ പറ്റിയ സഹോദരങ്ങളെ? ഒന്നും പറ്റൂല. സ്വത്ത് തന്നില്ലെങ്കിൽ എന്ത് പറ്റും? ഒന്നും പറ്റില്ല. ഒരിക്കലും നികത്താനാവാത്ത നഷ്ടമല്ലേ ഹിദായത്ത് കിട്ടിയില്ലെങ്കിൽ വരിക? അത് അല്ലാഹു നമുക്ക് തന്നില്ലേ? ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം സഹോദരങ്ങളെ, എന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ മക്കൾ വിശന്നു വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വകയുണ്ടാകും. ഇത് ജീവിതത്തിന്റെ വലിയ വിജയമാണ്. പക്ഷെ അതുപോലും റസൂലുള്ളാഹി പറഞ്ഞത് എവിടെയാണെങ്കിൽ അത് അഫ്ലഹ, വിജയിച്ചു. മൻ അസ്ലമ, മുസ്ലിമായ. മുസ്ലിം ആകാതിന് ശേഷമാണ് വറുസുക കഫാഫ, ആവശ്യമുള്ള ഭക്ഷണം കിട്ടുന്നവൻ വിജയിച്ചു എന്ന് പറയുന്നത് മുസ്ലിം ആകുക. ആ മുസ്ലിം ആകാതിലാണ് വിജയത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ ഘട്ടം. അതുകൊണ്ട് ആ ഹിദായത്ത് നമുക്ക് അല്ലാഹ് തന്നു. അത് കിട്ടിയ ഒരാളെന്ന നിലയ്ക്ക് സഹോദരങ്ങളെ, അതിന്റെ വില അറിഞ്ഞു ജീവിക്കണം. അതിന്റെ വില അറിഞ്ഞു സുബൈക്ക് കടന്നുറങ്ങും സഹോദരങ്ങളെ. ഹിദായത്തിന്റെ വില മനസ്സിലാക്കാൻ കടന്നുറങ്ങും. ഈ ഹിദായത്തില്ലാത്ത സുബൈക്ക് നീച്ച് പോകാൻ ഒരു പള്ളിയോ ഒരു നിസ്കാരത്തെ കുറിച്ച് ബോധമില്ലാത്ത ലക്ഷോപലക്ഷം ആളുകൾ പുതപ്പ് തലയിലേക്ക് വലിച്ചിട്ടുറങ്ങുമ്പോൾ ഈ മഹാസൗഭാഗ്യം ഹൃദയത്തിൽ വന്നിറങ്ങിയ സൗഭാഗ്യന്മാരായ ഞാനും നിങ്ങളും അതിന്റെ വില അറിയുമെങ്കിൽ കടന്നുറങ്ങുമോ സഹോദര? കടന്നുറങ്ങുമോ? ഉറങ്ങില്ലേ അമ്മ? അപ്പൊ ആ ഹിദായത്ത് കിട്ടിയവിടെ ലക്ഷണം ഏറ്റവും പ്രധാനമായി പണ്ഡിതന്മാർ രണ്ടെണ്ണ പറഞ്ഞു. ഉണ്ടോന്ന് പരിശോധിച്ചോളി സഹോദരങ്ങൾ. ലക്ഷണങ്ങളുണ്ട് എല്ലാറ്റിനും.
ചില ആൾക്കാർ പറയും ഞാൻ ഉൾക്കൊണ്ടാ അതിന് ചില അടയാളങ്ങളൊക്കെ പുറത്ത് കാണും. അതുകൊണ്ടാണ് സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹ് പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും പിന്നെ അനാവശ്യങ്ങളും തിരിഞ്ഞു കളയുന്ന വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അല്ലാഹു. ഓരോ കാര്യങ്ങളും ഇപ്പോ വൃത്തികെട്ട രാജ്യത്തിന്റെ ഭരണാധികാരികളിൽ വൃത്തികെട്ട ആളുകൾ വരുന്നതിനെ കുറിച്ച് ഇസ്ലാമിക ഭരണ നേതൃത്വത്തിൽ മോശപ്പെട്ട ആൾക്കാർ വരുന്നത് മനസ്സിലാക്കാൻ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത അടയാളങ്ങൾ രണ്ടെണ്ണം. ഒന്ന് യുഅഖിറൂന സ്വലാം, ഒരു നിസ്കാരം സമയത്ത് നിർവഹിക്കൂല എന്നാണ്. ചീത്ത നേതാക്കന്മാരെ പറ്റി നിസ്കാരം ഒരു വിഷയമല്ലേ. ഇസ്ലാമിന്റെ വലിയ ആൾക്കാരെ എന്നാ വലിയ ഓൽക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട ആൾക്കാരായിരിക്കും. ഇതിനാ വൃത്തികെട്ട ആൾക്കാരെ കൂടെ കൂട്ടണം. എന്തിനാ സഹോദരങ്ങളെ? അവനവന്റെ തോന്നിയാസങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കും. അതിന് ഏറ്റവും നല്ലത് ആരാണ്? അത്തരം വൃത്തികേടുകളെ കൊണ്ടുനടക്കുന്ന ആളുകൾ. എല്ലാത്തിലും അടയാളങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അടയാളത്തിനൊന്നും തിരിച്ചറിയുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന പറഞ്ഞു സഹോദരങ്ങൾ. അതിന് ചില അടയാളം ഇപ്പൊ ഹിദായത്ത് കിട്ടിയെന്ന് അറിയാനും അള്ളാഹു ചില അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. ഏറ്റവും ഒന്നാമത്തെ അടയാളം സഹോദരങ്ങൾ തൗഹീദ് കിട്ടിയിരിക്കുന്നു. തൗഹീദ് കിട്ടാത്തവൻ ഹിദായത്തിലാണ് എന്ന് വിചാരിക്കുന്ന വേണ്ട. നേരം വെളുപ്പോൾ അയാൾ നിസ്കരിക്കണ്, എല്ലാ തിങ്കളും വ്യാഴം നോമ്പ്, സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കണ്, എല്ലാ വക്തിനും ജമാഅത്തിന് പള്ളിയിൽ വരുന്നു. സഹോദരങ്ങളെ, നിസ്കരിക്കാൻ റുക്കൂയിലേക്കും സുജൂദിലേക്കും പോകുമ്പോൾ കഴുത്തുനിന്ന് തൂങ്ങുന്നത് ഏലസോട് കൂടെയുള്ള നൂലാണെങ്കിൽ അയാൾക്ക് ഹിദായത്ത് കിട്ടിയത് പറയണ്ട. അതെവിടെ ഖുർആനിൽ? വല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനൂ, വിശ്വസിക്കുകയും, വലം യൽബിസൂ ഈമാനഹും ബിദുൽമ, തങ്ങളുടെ വിശ്വാസങ്ങളിൽ ശിർക്കിനെ കലർത്താതിരിക്കുകയും ചെയ്തവരാരോ, ഉലൈക ലഹുമുൽ അംന്, അവർക്ക് നിർഭയത്വമുണ്ട്, വഹും മുഹ്തദൂൻ, അവർ ഹിദായത്ത് കിട്ടിയവരാകുന്നു. അപ്പൊ ഹിദായത്ത് കിട്ടിയതിന്റെ അടയാളങ്ങൾ ഒന്ന് സഹോദരങ്ങളെ തൗഹീദാണ്. തൗഹീദ് അതിന്റെ ഒരു അടയാളമാണെങ്കിൽ നമ്മളെ അവസ്ഥകൾ ആലോചിക്കുന്നത് ആ തൗഹീദ് പഠിച്ചു നമുക്ക് തന്നില്ല സഹോദരങ്ങളെ. ജീവിതത്തിൽ എന്ത് ചെയ്താലും ശിർക്ക് നമ്മൾ ചെയ്യും. ജീവിതത്തിൽ എന്ത് ചെയ്താലും ശിർക്ക് നമ്മൾ ചെയ്യൂലെന്നാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. ഞാൻ ഉദാഹരണം പറയൽ എന്താ വെച്ചാൽ, കുറച്ചു കാലം മുമ്പ് നമ്മളെ ദാവത്ത് രംഗത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തിയ വലിയ കാര്യമാണെങ്കിൽ കുറേ മുസ്ലിയാക്കന്മാർ ഒന്നിച്ച് നമ്മളെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കും തൗഹീദിലേക്കും വന്നു. ഒരു 100 മുസ്ലിയാക്കന്മാര്, വളരെ ഉന്നത സ്ഥാനം, സമൂഹത്തിൽ നല്ല പരിഗണനയൊക്കെ ഉള്ള ആൾക്കാർ വന്നു. അപ്പൊ നമ്മൾ പണ്ഡിത സംഘം എന്ന പേരിൽ നാടിന്റെ എല്ലാ ഭാഗത്തും ഈ മുസ്ലിയാക്കന്മാരെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്ന ഒരു പരിപാടി വെച്ച് സീഡികളൊക്കെ കിട്ടുന്നു. അന്ന് ഈ ഖബറാരാധകന്മാരായ ആളുകൾ എന്ത് ചെയ്തു വെച്ചാല്, അവരന്ന് നമ്മളെ കൂട്ടത്തിൽ നിന്ന് വന്ന ഒരാളെ തെരഞ്ഞു നടന്നു. അതേപോലെ പരിപാടിയൊക്കെ വേണ്ടിയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് അവരിലേക്ക് പോയ ഒരാളെ തെരഞ്ഞു കിട്ടില്ല. വ്യാജമായി അവതരിപ്പിക്കല്ല. അപ്പൊ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ മുജാഹിദീങ്ങൾ ഉണ്ടായിട്ട് എന്റെ സഹോദരങ്ങൾ ഒരാളെ കിട്ടാത്ത കാരണം വെച്ചാൽ തൗഹീദ് ഒരു വിട്ടുവീഴ്ചക്കും നമ്മളാരും തയ്യാറാവൂല എന്ന് ഏതൊരു മുജാഹിദിനും മനസ്സിലാകുന്ന ലളിതമായ ആശയം. തൗഹീദിന്റെ ഒന്നാമത്തെ അടയാളം, ഈ ഹിദായത്തിന്റെ ഒന്നാമത്തെ അടയാളം. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർ സന്മാർഗത്തിലാണ്, അവർക്ക് നിർഭയത്വമുണ്ട് അല്ലാഹു പറഞ്ഞു. ആ തൗഹീദ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളത് ഹിദായത്ത് കിട്ടിയതിന്റെ സഹോദരങ്ങളെ ഒരു അടയാളാണ്. രണ്ടാമത്തെ എന്താ പറയുന്നത്? വഹ്ദിനി, ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണേ. എന്തിന്? ഈ സ്വാലിഹുൽ അഅ്മാൽ, നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ. നല്ല പ്രവർത്തനങ്ങളും നല്ല സ്വഭാവങ്ങളും നല്ലൊരു വിശ്വാസത്തിന്റെ ലക്ഷണങ്ങളാണ് സഹോദരങ്ങൾ. അത് ജീവിതത്തിൽ വേണം. ഞാൻ പറഞ്ഞതാണ്, നമ്മളിപ്പോ ഈ തസ്കീയത്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ തൗഹീദിന്റെ വേഷരൂപമൊക്കെ സ്വീകരിച്ച് ഒരു മുസ്ലിം ആണെന്നുള്ള നിലക്ക് നമ്മുടെ കുടുംബത്തിനും വീട്ടിലൊക്കെ ഇടപെടുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വേണം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അതിന്റെ വ്യത്യാസം കണ്ടേ പറ്റൂ. അത് കണ്ടില്ലെങ്കിൽ ഒരാളത് സ്വീകരിക്കൂല. സഹോദരങ്ങൾ, ഞാൻ നിങ്ങൾക്ക് കുത്തുവ പറയുന്ന ആഴ്ചക്ക് വെള്ളിയാഴ്ച കുത്തുവ പറയുന്ന ഒരാളാണെങ്കിൽ എന്റെ 12 വയസ്സായ എന്റെ മോൾ എന്റെ കൂടെ ടൈറ്റ് ജീൻസും താഴത്തേക്ക് എത്താത്തൊരു ടീഷർട്ട് ഇട്ടിട്ട് എന്റെ കൂടെ പോകുന്നത് നിങ്ങൾ കണ്ടാൽ എന്റെ സഹോദരങ്ങളെ, ഞാൻ എന്തിനിത് പറയുന്നു എന്ന് നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് ചോദിക്കൂലേ?
അത് പ്രധാന സംഗതി. നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? പുലരണം. അത് പുലരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. വളരെ മോശം സഹോദരങ്ങൾ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ ചില കുടുംബ പ്രശ്നങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളൊക്കെ വളരെ അധികം ആദരവോടുകൂടെ കാണുന്ന പല ആളുകളെയും എന്താ നിങ്ങൾ വീട്ടിലെത്തിയാൽ സംസ്കാരം വളരെ മോശം, ഉപയോഗിക്കുന്ന വാക്കുകൾ, സംസാരങ്ങൾ എല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്ര വലിയ സ്വഭാവപരമായ തകരാറുകൾ. ഞാൻ പറഞ്ഞത് അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. തൗഹീദ് കിട്ടുന്നത് ഹിദായത്തിന്റെ ഒരു ലക്ഷണമാണെങ്കിൽ സഹോദരങ്ങളെ, നല്ല സ്വഭാവങ്ങളും നല്ല പെരുമാറ്റങ്ങളും ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം. അതുകൊണ്ട് മാറിയേ പറ്റൂ. നമ്മൾ മാറിയേ പറ്റൂ. അത് ഇപ്പൊ പറയാൻ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. മദ്യപിക്കുന്ന ഒരു നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയും. അവൻ ഇപ്പൊ എത്ര വലിയ മുതലാളിയാണെങ്കിലും അവൻ കള്ളു കുടിക്കുന്നു നമ്മൾ അറിയും. ഇന്നറിയാൻ പറ്റും സഹോദരങ്ങളെ. ഹൃദയം കൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടും വിഭജിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അയാൾ നമ്മുടെ തൊട്ടടുത്ത് ജുമാക്ക് ഇരിക്കുന്നുണ്ടാവാം, നമ്മളോട് സംസാരിക്കുന്നുണ്ടാവാം. നമുക്ക് അറിയാൻ പറ്റൂല. നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അത്രമാത്രം വൃത്തികേടുകൾ സ്വകാര്യമായി ചെയ്യാൻ പറ്റിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭാര്യയെ വഞ്ചിക്കാൻ ഭർത്താവിനും, ഭർത്താവിനെ വഞ്ചിക്കാൻ ഭാര്യയ്ക്കും ഒരു പ്രയാസവുമില്ലാത്ത കാലം. ഒരു പ്രയാസമില്ലാത്ത കാലം. ഞാൻ ഒരു കേസിൽ ഞാൻ കേട്ടതാണെന്ന് വെച്ചാൽ, വളരെ വിദഗ്ധനായ ഒരു അധ്യാപകൻ ഒരു സ്കൂളിന്റെ മുഴുവൻ കേസുകളും വിചാരണ ചെയ്യുന്ന മാഷാണ് അയാൾ. അയാളെ ഭാര്യയ്ക്ക് ഒരു അമുസ്ലിമായ ഒരാൾ ഒരു സിം കാർഡ് വാങ്ങിക്കൊടുത്തിട്ട് 3 കൊല്ലം അവർ ഓരോ ദിവസവും 8 മണിക്കൂർ 5 മണിക്കൂർ തോതിൽ സംസാരിക്കുക മാത്രമല്ല, ശാരീരികവും മറ്റെല്ലാ നിലക്കുള്ള ബന്ധങ്ങളിലേക്കും ആവിഹിത ബന്ധം എത്തിച്ചു. എന്നിട്ടൊരു സംശയത്തിന്റെ തരിമ്പ് പോലും അയാൾക്ക് ഉണ്ടായില്ല ജീവിതത്തിൽ. മനസ്സിലായി? അവസാനം എന്താണ് അറിയുക? ഇയാളൊന്ന് സ്വന്തം ഭർത്താവിനെ ഒഴിവാക്കാൻ വേണ്ടി വക്കീലിന്റെ അടുക്കൽ ചെന്നിട്ട് എങ്ങനെ ഭർത്താവിനെ ഒഴിവാക്കാൻ നിയമവശം ചോദിക്കണം. അപ്പൊ ആ വക്കീലുമെല്ലാം അവള് പോയി നിമിഷം ഇയാളെ നമ്പറിൽ വിളിച്ച് ചോദിച്ചു, നിങ്ങളെ ഭാര്യ ഇവിടെ വന്നിരുന്നു, നിയമപരമായി നിങ്ങളെ ഒഴിവാക്കാനുള്ള മാർഗം അന്വേഷിച്ചാ വന്നത്, എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടാണ്. അപ്പൊ അതിനെ കുറിച്ച് കേട്ടപ്പോൾ ആ വക്കീലിൽ നിന്ന് കിട്ടിയ ഒരു സൂചനയാണ്, വേറെ ആരെങ്കിലും അവിഹിതമായ ബന്ധങ്ങളുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കുന്നു. അന്ന് അയാൾ പോയിട്ട് അവളുടെ ഫോണിന്റെ ഡീറ്റെയിൽസ് എടുത്തു. 3 കൊല്ലം മണിക്കൂറുകളോളം സംസാരിക്കും. സഹോദരങ്ങളെ, കൂടെ ജീവിക്കുന്ന ഭർത്താവിന് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഞാൻ പരസ്പരം സംശയിക്കാൻ വേണ്ടി പറയാം. ഇങ്ങനെയൊക്കെ കേമന്മാരായി ജീവിക്കാൻ എന്ത് പറ്റും? ഇസ്ലാം വിരോധിച്ച എല്ലാ ഹറാമുകളും പലിശയാണ്. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 പ്രശ്നം കൊണ്ടെടുക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് 2 കൃഷ്ണങ്ങളാണ്. ഒന്ന് നടന്നാൽ പിടിക്കപ്പെടും. എങ്ങനെ പിടിക്കപ്പെടുക എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് സഹോദരങ്ങൾ. കാരണം ഏതൊരു തിന്മയും മനുഷ്യനെ കൊണ്ട് പിശാച് ചെയ്യിപ്പിക്കുന്നത് അത് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടാണ്. അതുകൊണ്ട് അതിലിങ്ങനെ മുന്നോട്ട് പോയി അതിന്റെ അവസാനങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്കതിലുള്ള ലജ്ജയും എല്ലാം പിശാച് മാറ്റും. ആ തിന്മ ഏത് രൂപത്തിൽ കൊണ്ടെടുക്കാൻ നമുക്ക് പറ്റും. അത് ഞാൻ വെറുതെ പറയാം. ഒരു ദിവസം ജുമാ കഴിഞ്ഞിട്ട് ഒരാൾ വന്നു, ഒരു സംശയം ചോദിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം എന്നോട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്താ പറയുന്നത്, അയാൾക്ക് ഇതേപോലെ ഒരു അവിഹിത ബന്ധം. നമുക്കൊരിക്കലും അയാളത് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കൊന്നുകൊണ്ട് പള്ളിയുടെ ജനൽ കമ്പിയിൽ പിടിച്ച് 2 കണ്ണിൽ നിന്നും വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് അയാൾ വലിയൊരു അബദ്ധം സംഭവിച്ചു പോകും. അപ്പൊ അബദ്ധം സംഭവിച്ച സഹോദരങ്ങളെ കുറ്റബോധത്തോടെ തിരിച്ചു വരാനല്ലേ ആലോചിക്കേണ്ടത്. പക്ഷെ അയാൾ എന്നോട് ചോദിക്കണം എന്താ വെച്ചാൽ, 19 വയസ്സായ ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട്. അയാൾക്ക് ബന്ധമുള്ള സ്ത്രീ അയാളെക്കാളും എത്രയോ വയസ്സ് പ്രായമുള്ള സ്ത്രീ. അയാൾ ചോദിക്കുന്നത്, ഇസ്ലാമികമായി ആ ബന്ധമൊന്ന് ഹലാലാക്കിയിട്ട് എന്റെ ഭാര്യ അറിയാതെ അവളെയും കൂടെ ഭാര്യയാക്കി ജീവിക്കാൻ വല്ല മാർഗങ്ങളും ഉണ്ടോ എന്നാണ് അയാൾക്ക് ഇസ്ലാമികമായിട്ട് അറിയാൻ. അപ്പൊ ഞാൻ അയാളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചാൽ, എന്തിനാണ്? അയാൾ എന്നോട് പറയുന്ന വർത്താനം കേട്ടാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തമാശയായി തോന്നിയാലും അയാൾ ആത്മാർത്ഥത എന്ന് വെച്ചാൽ, ആ സ്ത്രീക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോ ഒരാൾ അവളെ സംരക്ഷിക്കാൻ വേണം. ആ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കാന്നാവും പറഞ്ഞു. എത്ര വലിയ ത്യാഗസന്നദ്ധനായിട്ടാവും വരുന്നത്. ഒരു അവിഹിത ബന്ധത്തിന് പറയുന്ന ന്യായം ആര് പഠിപ്പിച്ചു കൊടുത്ത സഹോദരങ്ങളെ? ശൈത്താന് പറ്റും.
ശൈത്താന് പറ്റുന്നു ഞാൻ വെറുതെ പറയില്ല. നമ്മളെ ഏത് സമർത്ഥനെയും സഹോദരങ്ങളെ അവിശ്വസനീയമായ തിന്മയിൽ കൈപിടിച്ചെത്തിക്കുവാൻ പിശാചിന് പറ്റും. എന്തുകൊണ്ട്? ആദം നബി അലൈഹി ഇസ്ലാമിനോട് എന്താ ചോദിച്ചത് നിരങ്ങള്? ഇബ്ലീസ് ചോദിച്ച ചോദ്യങ്ങൾ അറിയില്ല. സൂറത്തു താഹയിൽ എന്താ ചോദിച്ചത്? എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ വന്നാണ് ഞാനെന്ന്. അല്ല, സ്വർഗത്തിലെ സുഖങ്ങളൊക്കെ സമ്പന്നമല്ലേ, സന്തോഷകരമല്ലേ, ഇവിടെ തന്നെ നിൽക്കാനൊരു ആഗ്രഹം ഉണ്ടാവൂലേ? ഉറപ്പന്നല്ലേ ഉണ്ടാവുള്ളൂ. അതിനൊറ്റ മാർഗമുള്ളൂ. ഈ സ്വർഗത്തിൽ ആർക്ക് ശാശ്വതമായി നിൽക്കണമോ ആ ശാശ്വത വൃക്ഷത്തിന്റെ പഴം തിന്നലേ അതിന് മാർഗമുള്ളൂ. ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദ് വമുൽകിൻ ലാ യബ്ലാ. ആദം നബിയോട് ഇബ്ലീസ് ചോദിച്ചെന്തരും, ഇവിടെ ഒരു ശജറത്തുൽ ഖുൽദ് ഉണ്ട്, പരിചയം ഉണ്ടോന്നാണ്. അതിന്റെ പേര്, ശൈത്താന്റെ പേരെന്തരങ്ങൾ? ശാശ്വത വൃക്ഷം. എന്താ ശാശ്വത വൃക്ഷം? തിന്നാ പിന്നെ സ്വർഗത്തിന് പുറത്തു പോകണ്ട. ശരിക്കാ മരം ഏതാണ്? നിങ്ങൾ തിന്ന അപ്പ സ്വർഗത്തിന് പുറത്തു പോകുന്ന പടച്ചോൻ പറഞ്ഞ് കാണിച്ചു കൊടുത്ത മരം. രണ്ടും ഒരേ മരം. ഇബ്ലീസ് വന്ന് കാണിച്ചു കൊടുത്ത മരവും പടച്ചോൻ കാണിച്ചു കൊടുത്ത മരവും ഒന്നാണ്. എന്റെ എന്ത് ആദ്യമൊക്കെ ചെയ്ത സഹോദരങ്ങളെ തിന്നു. എന്തിനാ തിന്നുകൾ? സ്വർഗത്തിന് പുറത്തു പോകാനല്ല, അപമാനിതനാകാനല്ല, തന്റെ നഗ്നതകൾ വെളിവാകാനല്ല, ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്നും പടിയിറങ്ങാനല്ല, പിന്നെയോ കാലാകാലം സ്വർഗത്തിൽ ജീവിക്കാൻ. സുഹൃത്തുക്കളെ, എല്ലാ തിന്മകളും കൊണ്ട് നടക്കുന്നവർ പറയുന്നു മനസ്സമാധാനത്തിന് വേണ്ടി, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, ത്യാഗം ചെയ്യാൻ വേണ്ടി. എല്ലാവരും ആ ന്യായം വേണ്ടത് സഹോദരങ്ങൾ. ഇന്റെ ഒരു സാഹചര്യം കൊണ്ട് എനിക്ക് അങ്ങനെ പറ്റുള്ളൂ, ഇന്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അതേ പറ്റുള്ളൂ, ഇതല്ലാതെ എന്റെ മുന്നിൽ വഴിയില്ല, എനിക്കത് തെറ്റാവൂല. ഇതാണ് എല്ലാവരും പറയുന്നത്. ഇതിലെ ഏറ്റവും രസകരമായി ഞങ്ങൾക്ക് തോന്നൽ എന്താ വെച്ചാല്, പലപ്പോഴും പ്രായപൂർത്തിയായ പെൺകുട്ടികൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറുപ്പക്കാരെ ഫോണിൽ ബന്ധപ്പെട്ടുങ്ങാണ്ട് പോകാൻ ഒരുങ്ങുമ്പോൾ രക്ഷിതാക്കന്മാർ ഇടപെടും. അങ്ങനെ പോകാൻ പറ്റൂല. ആ രംഗം വരുമ്പോൾ നമ്മൾ ഈ കുട്ടികളോട് സംസാരിക്കും. ആ കുട്ടികൾ പറയുന്ന ന്യായം കേട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. ശരി, വയസ്സ് ചിലപ്പോൾ സമാന വയസ്കരായിരിക്കും, ചിലപ്പോൾ അമുസ്ലിം ആയിരിക്കും. എന്ത് തകരാറുണ്ടെങ്കിലും അതിനൊക്കെ ന്യായം. അമുസ്ലിം ആണെങ്കിൽ ആ പെൺകുട്ടികൾ എന്താ പറയാ? നമ്മളോട് ഒരാളെ ഹിദായത്ത് കൊണ്ടുവരാൻ പറ്റിയ നല്ലതല്ലേ ചോദിക്കും. ഒരു അന്യ മതസ്ഥന്റെ കൂടെ നിക്കാഹും കൂടെ അല്ലാതെ ഇറങ്ങിപ്പോകാൻ പുറപ്പെട്ട പെൺകുട്ടി ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങൾ ഒരു അമുസ്ലിമിനെ മുസ്ലിമാക്കാൻ പറ്റിയ നല്ലതല്ലേ ചോദിക്കും. പാവപ്പെട്ട കുടുംബം, പാവപ്പെട്ട ഒരാൾക്ക് എന്നെ പോലത്തെ ഒരു കുട്ടിയെ കിട്ടി, ഒരു ബിടെക്കിന് പഠിക്കുന്ന ഒരു കുട്ടിനെ ഒരു SLC-കാരനെ കല്യാണം കഴിക്കണമെങ്കിൽ ആ കുട്ടി സമ്മതിച്ചാലേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ത്യാഗത്തിന് ഞാൻ തയ്യാറായാൽ എന്റെ മാതാപിതാക്കൾക്ക് എന്തു ചെയ്തോ ആ പോലും ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ഒരു തിന്മ ചെയ്യുന്ന ഒരുത്തൻ അതൊരു തെറ്റാണ്, ഒരു അപകടത്തിലേക്കാണെന്ന് ഒരിക്കലും സംഭവിക്കില്ല. പിശാച് അവർക്ക് അവിടെ പ്രവർത്തനങ്ങളെ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും മരുന്നും കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുക, അല്ലെ? അല്ലെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ടല്ലേ സഹോദരങ്ങൾ ഇത് കൊണ്ടുനടക്കുന്നത്. അപ്പൊ തിരിച്ചറിയാൻ നമുക്ക് പറ്റൂ. ആ തിരിച്ചറിയാൻ ഒറ്റ മാർഗമുള്ളൂ. ഖുർആനിലും ഹദീസിലും പറഞ്ഞതിന് വിരുദ്ധമാണെങ്കിൽ നിർത്തുക. അത് മാത്രമേ വരികയുള്ളൂ. ഒരു ന്യായത്തിനും പ്രസക്തിയില്ല. ഒരു അന്യ പെണ്ണിന് നോക്കാൻ പറ്റൂല. കുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. കണ്ണുകളെ താഴ്ത്താൻ പറയൂ. വിവാഹിതനാകുന്നത് എന്തിനാണ്? സഹോദരങ്ങളെ, സമൂഹത്തിൽ നല്ലൊരു കുടുംബം ജനിക്കാനാണോ? നല്ലൊരു തലമുറക്ക് ജന്മം നൽകാനാണോ? മനസ്സമാധാനത്തിന് വേണ്ടിയാണോ? അല്ലാഹുവിന്റെ റസൂൽ ആദ്യം പറഞ്ഞു വിവാഹത്തിൽ ലക്ഷ്യം യാ മഅ്ശറ ശബാബ്, ഈ യുവ സമൂഹമേ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്, ശേഷിയുള്ളവൻ വിവാഹം കഴിക്കട്ടെ. ഫഇന്നഹു അഗല്ലു ലിൽ ബസർ, കണ്ണുകളെ താഴ്ത്താൻ അതാണ് നല്ലത്. വഅഹ്സനു ലിൽ ഫർജ്, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ അതാണ് നല്ലത്. മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാനും കണ്ണുകളെ താഴ്ത്താനും വിവാഹത്തിൽ ഒരു അന്യ പെൺകുട്ടിയെ നമ്മുടെ വീട്ടിലെത്തിച്ച് എങ്ങനെയും അവളെ ഉപയോഗിക്കുവാനും പെരുമാറുവാനും അള്ളാഹു ഒരു കരാറിലൂടെ അവകാശം വന്ന നാൾ മുതൽ സഹോദരാ സുഹൃത്തെ, ആ ഭാര്യ കൂടെയുള്ളിടത്തോളം കാലം നിന്റെ കണ്ണുകൾ മറ്റൊരു മുഖത്തേക്ക് പോയിക്കൂടാ. നിന്റെ ഹൃദയത്തിൽ മറ്റൊരു സ്ത്രീ സ്ഥലം പിടിച്ചുകൂടാ. നിന്നെ വിവാഹം കഴിച്ച ഭർത്താവിന് പകല്ലാത്തൊരു പുരുഷനെ നിന്റെ മനസ്സിൽ കൊണ്ടു നടന്നുകൂടാ. അങ്ങനെ ഒരുത്തൻ മനസ്സിലുണ്ടെങ്കിൽ വല്ലദീറഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ
ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ അവരവരുടെ മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാകുന്നു. ഇല്ലാ അലാ അസ്വാജിഹിം സ്വന്തം ഇണകളിൽ ഒഴികെ ഔ മാ മലക്കത് ഐമാനുഹും വലങ്കൈ ഉടമപ്പെടുത്തപ്പെട്ട അടിമകളിലും സ്വന്തം ഭാര്യയല്ലാത്തൊരു മറ്റൊരു സ്ത്രീയെ ഒരാൾ ആഗ്രഹിച്ചാൽ, സ്വന്തം ഭർത്താവല്ലാത്തൊരു പുരുഷനെ മനസ്സിൽ കൊണ്ടു നടന്നാൽ അവർ തെറ്റു പ്രവർത്തിച്ചവരാണ്, അവർ അതിരുവിട്ടവരാണ്, അവർ ഇസ്ലാമിൽ നിയമലംഘനം നടത്തിയവരാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ്. സഹോദരങ്ങൾ, അതിലേറെ വ്യക്തമായിട്ട് എന്താ മനസ്സിലാവേണ്ടത്? പിന്നെ ന്യായം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നോക്കലിനൊരു ന്യായം, ഫോൺ വിളിക്കാനൊരു ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരങ്ങൾ, ഒരു കാര്യമില്ല. പടച്ചോൻ പറഞ്ഞോടത്ത് നിൽക്കുക, അത്രേ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ അത് ശൈത്താൻ പറഞ്ഞത് ന്യായമാണ്, ശൈത്താന്റെ വ്യാഖ്യാനമാണ്. സഹോദരങ്ങളെ, അപകടം പറ്റും, അബദ്ധം പറ്റും, നഷ്ടം എന്ത് ചെയ്യാനാണ് നിങ്ങൾ? സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഒരു അവിഹിതമായ ഒരു ബന്ധത്തിന്റെ പേരിൽ ഒരു അറിവ് നാട്ടിലോ ഭർത്താവോ ഭാര്യയോ കുടുംബങ്ങളോ അറിഞ്ഞ് പിന്നെ എന്റെ സഹോദരങ്ങളോട് ജീവിക്കണം, തിരിച്ചെടുക്കാൻ പറ്റുമല്ലോ? ആ നഷ്ടം സഹിക്കാൻ മാത്രം സുഖം തരുന്നതാണോ ഈ ബന്ധങ്ങൾ? നമുക്ക് അറിയാത്തോണ്ട് മാത്രം. സുഹൃത്തുക്കളെ, ഈ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ ഒരു തടസ്സമല്ല, ഒരു തടസ്സമല്ല. പട്ടിണി ഒരാളുടെ മനസ്സിന്റെ സുഖത്തെ കെടുത്തൂല, രോഗങ്ങൾ ഒരു മനസ്സിന്റെ സുഖത്തെ കെടുത്തൂല. മനസ്സിന്റെ സുഖത്തെ കെടുത്ത തെറ്റുകൾ മാത്രം. ഞാൻ പറയാ സഹോദര, ഇന്ന് എന്റെ പരിപാടി കഴിഞ്ഞ് ഇന്നത്തെ ഈ പകൽ അസ്തമിക്കുമ്പോൾ, ഇന്നത്തെ ഈ സജീവമായ ഒരു പകലിന് വിരാമം കുറിക്കുമ്പോൾ ഒരല്പസമയം കിടന്ന് ആലോചിക്കാം. അങ്ങനെ പറയത്തക്ക ഒരു തെറ്റിന് കണക്ക് പറയേണ്ടി വരില്ല എന്റെ കബറിൽ ഞാൻ. അങ്ങനെ ഒരു ഗുരുതരമായ ഒരു തെറ്റിന് കണക്ക് പറയേണ്ടി വരില്ല ഞാൻ പരലോകത്തെ വിചാരണ നാളിൽ. എന്റെ ജീവിതത്തിന്റെ വീഡിയോ ചിത്രങ്ങൾ നാളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ എനിക്ക് അപമാനകരമായി ഒന്നും കാണേണ്ടി വരില്ലെന്ന് പറയാൻ ആത്മധൈര്യമുള്ള ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ സദസ്സിൽ ഇന്നത്തെ രാത്രി ഏറ്റവും സന്തോഷത്തോടെ ഉറങ്ങുന്ന വ്യക്തി അയാളായിരിക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ, സംശയം വേണ്ട കാര്യത്തിൽ. മനസ്സിനെ അലട്ടാൻ ഒരു തിന്മയില്ലെങ്കിൽ നമ്മളെക്കാളും സന്തോഷവാന്മാർ ഈ ലോകത്തില്ല. അപ്പൊ ജീവിതത്തിന് സുഖം കെടുത്തുന്ന എന്താ സഹോദരങ്ങളെ? മനോഹരമായ ഈ ഭൂമിയിൽ നമ്മുടെ ഭാര്യ തരുന്ന, മക്കൾ തരുന്ന, നമ്മുടെ പണം തരുന്ന, ഭക്ഷണം തരുന്ന അവർണ്ണനീയമായ അനുഭൂതികളെ അനുഭവിക്കാൻ പറ്റാത്തത് നമ്മുടെ മനസ്സിന്റെ മലിനതയാണ്. മനസ്സിന്റെ മലിനത ഇതിന്റെ വാക്കല്ല സഹോദരങ്ങളെ, പടച്ചോൻ ഖുർആനിൽ പറഞ്ഞതാണ്. വിജയം എന്ന് പറയുന്നത് പണത്തിന്റെ വരവല്ല, വിജയം എന്ന് പറയുന്നത് ആരോഗ്യമല്ല. വിജയം എന്ന് പറയുന്നത് എന്താണ്? ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ആ മനസ്സിനെ പരിപാവനമാക്കിയവൻ, ആ മനസ്സിനെ പരിശുദ്ധിപ്പെടുത്തിയവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹാ, ആ മനസ്സിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു. എന്റെ കടമെനിക്ക് വീട്ടാനാകുന്നില്ലല്ലോ, എന്റെ രോഗമെനിക്ക് സുഖപ്പെട്ടു കിട്ടുന്നില്ലല്ലോ, എന്റെ ഭാര്യയുമായുള്ള ബന്ധം സുതാര്യമാകുന്നില്ലല്ലോ, അവിടെയെല്ലാം ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ എന്ന ദുഃഖത്തെക്കാളും വലുത് എനിക്കെന്റെ കണ്ണിനെ നിയന്ത്രിക്കാനായില്ലല്ലോ, എനിക്കെന്റെ ജീവിതത്തിലെ അപരാധങ്ങളെ തടുത്തു നിർത്താനായില്ലല്ലോ, എന്റെ തിന്മകൾക്ക് മുമ്പിൽ ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ, ഞാൻ അവിഹിതമായ സാമ്പത്തിക ഇടപാടുകളിൽ എന്റെ മനസ്സിന്റെ മോഹങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലല്ലോ, എന്റെ നമസ്കാരത്തിൽ എന്റെ ഭക്തിയെ നിലനിർത്തുവാനായില്ലല്ലോ എന്ന പരാജയ ബോധത്തെക്കാളും വലിയ പരാജയ ബോധമല്ല സഹോദരങ്ങളെ മറ്റു രംഗങ്ങളിലുള്ള പരാജയങ്ങൾ. ഇതേ പദപ്രയോഗം അല്ലാഹു വീണ്ടും നടത്തുന്നു. ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ ബൽ തുതിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. ഖദ് അഫ്ലഹ മൻ തസക്കാ, ആത്മപരിശുദ്ധി നേടിയവൻ വിജയിച്ചിരിക്കുന്നു. വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ, അല്ലാഹുവിനെ സ്മരിച്ചും നമസ്കരിച്ചും കൊണ്ടിരിക്കുന്നവൻ. സഹോദരങ്ങളെ, മനസ്സ് വിശുദ്ധമാണോ അവനെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യുന്നവന്റെ മനസ്സ് വിശുദ്ധമായിരിക്കും.
പക്ഷെ ഒറ്റ തടസ്സമുള്ളത് നിങ്ങൾ കിട്ടിയ സുഖങ്ങളൊന്നും പോരാ, ദുനിയാവ് പോരാ. വൽതുഉസിറുൽ ഹയാത്തുദ് ദുനിയ, ദേഹേച്ഛകൾ നമ്മളെ ശക്തമായി വിളിക്കുമ്പോൾ സഹോദരങ്ങളെ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് നഷ്ടം പറ്റും. നിങ്ങളോട് മാത്രമല്ല, എന്നോടും ഞാൻ പറഞ്ഞു. ഇനി സഹോദരങ്ങളെ, ഈ നഷ്ടത്തെക്കാളും വലുതാണ് പരലോകത്ത് നഷ്ടം. സഹോദരങ്ങൾ, മറച്ചു വെച്ചിട്ടൊരു കാര്യമില്ല. മറച്ചു വെച്ചിട്ടൊരു കാര്യമുള്ളത് എല്ലാം പടച്ചോൻ രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞത്, ജനങ്ങൾ അറിയുന്നത് പ്രശ്നമായത് കൊണ്ടാണ് ആരെങ്കിലും സൂക്ഷ്മത പാലിക്കുന്നുവെങ്കിൽ സഹോദരങ്ങൾ, അവൻ ഭയങ്കര നഷ്ടക്കാരനാണ്. കാരണം ജനങ്ങളെ മുമ്പൊന്നും ചെയ്യൂല, അല്ലാത്തപ്പോ ചെയ്യൂല, അല്ലാത്തപ്പോ ചെയ്യുമല്ലോ. എന്ത് നഷ്ട? അതിലേറെ നല്ല സഹോദരങ്ങളെ പ്രഖ്യാപിച്ചിറങ്ങിയാണ് ചെയ്യാണ്. എന്നാ ഈ ദുനിയാവ് ആസ്വദിച്ച് പോയിക്കൂടെ? ഈ ആൾക്കാരാരാ? ഓലെ പേടിച്ചാണ് നമ്മുടെ ജീവിത സുഖങ്ങളെ മാറ്റിവെക്കേണ്ട ആവശ്യമെന്ത്? കുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബാ ഫദുഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ. കുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബാ, എല്ലാം ക്ലിപ്തതയോടുകൂടെ നാം എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബാ ഫദുഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ. നീ ചെയ്യാത്ത ഒന്നിനല്ല ഇപ്പോൾ നീ ശിക്ഷ അനുഭവിക്കുന്നത്. നീ പ്രവർത്തിക്കാത്ത ഒന്നിനല്ല നീ ശിക്ഷ അനുഭവിക്കുന്നത്. റിക്കാർഡുകൾ പിഴച്ചു പോയിട്ടല്ല നീ ശിക്ഷ അനുഭവിക്കുന്നത്. നിന്റെ രേഖകളിൽ വന്ന കൃത്രിമത്വങ്ങളല്ല നിന്നെ നരകത്തിൽ എത്തിച്ചത്. കാരണം കുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബാ, എല്ലാം കൃത്യതയോടുകൂടെ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിനക്കെതിരെയുള്ള സാക്ഷ്യപത്രങ്ങൾ എന്റെ കയ്യിലുണ്ട്. നിന്റെ തിന്മകൾ, റിക്കാർഡുകളും രേഖകളും എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഫദുഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ, അനുഭവിച്ചോ, ശിക്ഷയല്ലാതെ നിനക്കൊന്നും വർദ്ധിപ്പിച്ചു തരാനില്ല ഇവിടെ. അവിടെ അനീതി സംഭവിക്കും സഹോദരങ്ങളെ. പക്ഷെ എന്താ പറയുക, വലിയൊരു സന്തോഷമുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പോഴേ ബോധ്യപ്പെട്ടത് നപ്പ് സ്വീകരിച്ചാൽ മതി. അതാ ഇതിന്റെ പ്രത്യേകത. കാരണം കത്തിജ്വലിക്കുന്ന നരകത്തിൽ പരകോടികൾ വീണ് നിലംപതിക്കുന്ന രംഗം കണ്ട് ഭീതിജനകമായി നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയുന്ന വാക്ക് നോക്കുകൾ, അതിവിദൂരമല്ലാതെ സ്വർഗമത അടുപ്പിച്ചടുപ്പിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് സ്വർഗത്തെ ചൂണ്ടി പടച്ച തമ്പുരാൻ പറയുന്നു, സഹോദരങ്ങളെ, ഖേദിച്ചു മടങ്ങിയവനും ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചവർക്കുമുള്ളതാണ് ഈ സ്വർഗം. സഹോദരങ്ങളെ, തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ പശ്ചാത്താപം തോന്നിയത് അവർക്കുള്ളതാണ് സ്വർഗം. من خشي الرحمن بالغيب وجاء بقلب منيب. من خشي الرحمن بالغيب, മറഞ്ഞ നിലയിൽ പരമകാരുണ്യനെ ഭയപ്പെട്ടവർക്കുള്ളതാണ് ആ സ്വർഗം. സുഹൃത്തുക്കളെ, ഭയത്തെക്കുറിച്ച് പറയുമ്പോൾ പഠിച്ചോണ്ട് നിന്റെ റഹ്മാൻ എന്ന് പറഞ്ഞു. റഹ്മാൻ എന്തേ പറഞ്ഞു സഹോദരങ്ങളെ? നല്ല ചൂരൽ വടി ഇറയത്ത് വെട്ടിവെച്ച വാപ്പനെ കാണോ നമുക്ക് പേടി? അതോ സഹോദരങ്ങൾ, ഒരിക്കൽ പോലും ഒന്ന് കണ്ണുരുട്ടി നോക്കാത്ത, ആവശ്യമുള്ളതെല്ലാം തന്ന് ഉത്തരവാദിത്വം നിർവഹിച്ച, ഗാംഭീര്യതയോടുകൂടെ മാർഗദർശനം നൽകുന്ന ഒരു വാപ്പയെയാണോ മക്കൾക്ക് പേടിണ്ടാകുക? ആരും പേടിണ്ടാകുക? ഒരു കടമയും ബാധ്യതയും നിർവഹിക്കാതെ അടിയും ഇടിയും മാത്രം പിതാവ് നിലക്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാപ്പനെ പേടിണ്ടാകുക? സഹോദരങ്ങളെ, ജീവിതത്തിൽ വേണ്ടതൊക്കെ പടച്ചോൻ തന്നു, എല്ലാം തന്നു സഹോദരങ്ങളെ, എല്ലാം തന്നു. ഒരു രോഗിനെ സന്ദർശിച്ചപ്പോൾ അയാളെ കോലം തുടങ്ങി ഈ യൂറിന്റെ ബ്ലാഡർ പുറത്തു വെച്ചിട്ടാണ് അയാൾ ജീവിക്കുന്നത്. ആലോചിക്കുന്നു, യൂറിന്റെ ബ്ലാഡർ കൃത്രിമമായി പുറത്തു വെച്ചിട്ടാണ് ജീവിക്കുന്നത്. അറിയില്ല സഹോദരൻ. എത്ര കാലമായി മൂത്രം ഒഴിക്കുന്നു? ഒരു തുള്ളി ബ്ലഡ് ആയി കണ്ടാൽ എന്തേക്കാരം മാനസികാവസ്ഥ? ഒരു തുള്ളി ബ്ലഡ് ആ മൂത്രത്തിൽ കണ്ട എന്തെങ്കിലും അവസ്ഥ? ഒന്നും രണ്ടുമല്ല സഹോദരങ്ങളെ. ഉറങ്ങുമ്പോഴും മുടിക്കെടുക്കത്, ഉമ്മന്റെ വയറ്റിന്ന് പുറത്തു വരുമ്പോഴേ ഒട്ടിക്കിടക്കാണ് ഏതുതരങ്ങളിൽ ശ്വാസകോശം. ജനിച്ചപ്പോൾ വികസിച്ചു, പിന്നെ ചുരുങ്ങിയില്ല. സാധ്യതല്ലേ? ജനിച്ച സമയത്ത് വികസിച്ചു വന്ന ആ ശ്വാസകോശം ചുരുങ്ങാൻ സാധ്യതയില്ലേ സഹോദരങ്ങളെ? ഗർഭപാത്രത്തിൽ അത് നിവർന്നല്ല നിൽക്കുന്നത്, ഒട്ടി നിൽക്കുന്നത്. പടച്ചോന്റെ കാവലിലാണ് അത് ചുരുങ്ങാതെ പോകുന്നത്.
പടച്ചന്റെ കാവലിലാണ് സഹോദരങ്ങളെ ഈ ഹൃദയം മിടിക്കുന്നത്. 10 കൊല്ലം മുമ്പെടുത്ത കാറ് ഇതേവരെ ഓഫാക്കിയിട്ടില്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു അവസ്ഥ ചിന്തിക്കാൻ പറ്റും. ഹൃദയം മിടിക്കുകയാണ് സഹോദരങ്ങൾ. നമ്മുടെ മാറത്ത് കയറി കിടക്കുന്ന കുട്ടിയുടെ നെഞ്ചത്തേക്ക് ചെവി അടുപ്പിച്ച് പിടിച്ച് ഒന്ന് കിടന്നാൽ പേടിക്കും. നമ്മൾ പേടിക്കും. അത്ര ശക്തമായിട്ടാണ് ഹൃദയം മിടിക്കുന്നത്. ഇതിനൊക്കെ കാവൽ നിൽക്കുന്ന നാഥന്റെ കൽപ്പനകൾ അതിൽ ലംഘിക്കുമ്പോൾ പേടിണ്ടാവില്ല. ഇടപെട്ട എന്താ ചെയ്യാ സഹോദരങ്ങളെ? ഒരു വ്യഭിചാരത്തിന് അവസരം കൂട്ടുമ്പോൾ മിടിക്കുന്ന ഹൃദയത്തിൽ പടച്ചോനൊന്ന് തൊട്ടാൽ എന്താ ചെയ്യാ? യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക യാ അയ്യുഹൽ ഇൻസാനു മനുഷ്യാ മാ ഗർറക ബിറബ്ബിക്കൽ കരീം അത്യുദാരനായ നിന്റെ നാഥനെ കൊള്ളെ നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ്? അല്ലദീ ഖലഖക അവനാണ് നിന്നെ പടച്ചത്, വസവ്വാക ഈ അവസ്ഥയിൽ നിന്നെ ശരിപ്പെടുത്തിയത്, ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക ഏതൊരു ഘടനയിലാണ് അവൻ നിന്നെ കൂട്ടിഘടിപ്പിച്ചുണ്ടാക്കിയത്? ആ പടച്ചോനെ മറന്നോന്നാ ചോദിക്കുന്നത് സഹോദരങ്ങളെ. ആ പേടി മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ് കേരിച്ചു മടങ്ങിയ ഒരു ഹൃദയത്തോടുകൂടെ പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് ചെന്നവർക്കാണ് ഈ സ്വർഗം. അവർക്ക് കൊടുക്കാനുള്ളതാ സ്വർഗം സഹോദരങ്ങൾ. അപ്പൊ ഇപ്പൊ തീരുമാനിച്ചാൽ മതി. ഇതുവരെ അബദ്ധങ്ങൾ പറ്റിപ്പോയെങ്കിൽ ഇപ്പൊ തീരുമാനിച്ചാൽ മതി. അള്ളാഹു പുറത്തുതരും. ഇനിയുള്ള ഓരോ നന്മകളും പാപങ്ങളുടെ പൊറുക്കലായിരിക്കും. എന്റെ വകയല്ല, ഖുർആൻ തന്നെ പറഞ്ഞത്. പടച്ചോനെ പേടി മനസ്സിൽ കടന്നത് എന്നാണോ അന്ന് മുതൽ പാപങ്ങൾ പൊറുക്കാൻ തുടങ്ങുന്നു. അതുവരെ ചെയ്ത പാപങ്ങൾ പൊറുക്കാൻ തുടങ്ങുന്നു. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. ആരല്ലാഹുവിനെ അദൃശ്യമായി ഭയപ്പെടുന്നുവോ അവർക്ക് വലിയ പാപമോചനം ഉണ്ട്. അതുകൊണ്ട് സഹോദര, ഇത് പരലോകത്തും ഇഹലോകത്തും വലിയ വിപത്തുകൾ നമുക്ക് സൃഷ്ടിക്കും. ഈ സുഖങ്ങൾ വലിയ ദുഃഖങ്ങൾ നമുക്ക് വരുത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും സ്വകാര്യത നമുക്കറിയില്ലേ നന്നാവുക. അതന്നെ ആത്മസംസ്കരണം. വേറെന്താ സഹോദരങ്ങൾ? ആത്മസംസ്കരണം. പിന്നെ ഈ ഹിദായത്ത് കൈവിട്ടു പോകാൻ വലിയ പ്രശ്നമൊന്നുമില്ല സഹോദരങ്ങളെ, വലിയ പ്രശ്നമൊന്നുമില്ല. അതാൻ പോയി കഴിഞ്ഞ ഒരു രക്ഷയുണ്ടാവില്ല. ഒരു പയ്യൻ വാപ്പ കള്ളുടിയനാണ്, 24 മണിക്കൂറും വെള്ളത്തിലാണ്. ഉമ്മ മക്കളെ കൊണ്ട് കഷ്ടപ്പെടും. ഈ വാപ്പന്റെ കള്ളുടിയിൽ നിന്ന് കിട്ടിയതേ, മദ്യപാനത്ത് കിട്ടിയതേക്കാണ്. കഞ്ചാവ് ഉപയോഗിക്കും, ചെയിൻ സ്മോക്കിംഗ് ആണ്, ഒക്കെയാണ് ഇവന്റെ പരിപാടി. +1 അവന്റെ പരിപാടി എന്താ വെച്ചാല് പകൽ മുഴുവൻ കിടന്നുറങ്ങും, രാത്രി മുഴുവൻ ഉണർന്നിരിക്കും. ഏതെങ്കിലും ഒരു സെക്സ് മാസി കൊണ്ടും അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പിൽ കുറച്ച് സെക്സ് ക്ലിപ്പിംഗ് കയറ്റും. എന്നിട്ട് രാത്രി മുഴുവൻ അത് കണ്ടു കിടക്കും. ഇവനെ എന്തു ചെയ്യണമെന്ന് ഉമ്മ ആലോചിച്ചു. അവസാനം ഞങ്ങളെ പള്ളിക്ക് കൊടുന്നു. അപ്പൊ അവിടെ ഉണ്ട്, മനസ്സിലായി. ഇപ്പൊ നല്ല രൂപത്തിലാണ് ഇപ്പൊ കുട്ടിക്കുന്നത്. മാറ്റം സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനം, അവന്റെ വാപ്പനെ പറ്റി ചോദിക്കുമ്പോൾ അവൻ പറയുന്ന കാര്യങ്ങൾ വാപ്പനോട് അവൻ പലപ്പോഴും പറയും, അപ്പൊ ഞാൻ മാറി, നിങ്ങൾ മാറണം. അപ്പൊ വാപ്പ പറയണേ, പരിഹസിച്ച് പറയുന്നത്, നരകത്തിക്കും വേണ്ട കുറച്ച് ആൾക്കാർ അയക്കുള്ള ആളായിക്കൂടെ ഞാൻ. ഹിദായത്ത് കൈവിട്ടു പോയാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥകളാണ് എന്റെ ആഴം. എൻ്റെ ഒരു തമാശക്ക് പറഞ്ഞാൽ, ഒരാൾ പറയുന്നതിന്റെ ആഴമാണ് അനുസരണം. അങ്ങനെ ചിന്തിച്ച് എന്താ കാട്ടുക? അങ്ങനത്തെ ഒരു മനസ്സാണെന്നെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ എത്തിപ്പെട്ട സഹോദരങ്ങളെ, ഈ മനസ്സിന് ഒരു ചെറിയ വിരോധം കൊണ്ട് ഇതിന് പുറത്തു പോകും, താടി മടിച്ച് പുറത്തു പോകും. ചെറിയൊരു വിരോധം കുടിക്കാൻ മതി, മനസ്സിലായി പോകും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അപ്പൊ ഇങ്ങനെ അള്ളാഹു ഹൃദയങ്ങളെ മാറ്റുന്നവനെ എന്റെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പൊ ഒരാൾ നബിയോട് ചോദിച്ചു, നബിയെ തക്സുറു ഹാദ ദുആ, നിങ്ങൾ എപ്പോഴും ഇതന്നെ ഇങ്ങനെ പറയണെന്താ? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് ഇങ്ങനെ പറയണെന്താ? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ഇസ്ബഈനി മിൻ അസ്വാബിർ റഹ്മാൻ, പരമകാരുണികന്റെ 2 കൈവിരലുകൾക്കിടയിലാണ് ആ ഹൃദയം. സുഹൃത്തുക്കളെ, ഒരു നിമിഷം പടച്ചോൻ അതിനെ തെറ്റിച്ചാൽ അസാഹു, അവനെ തെറ്റിയാൽ ഞാനും നിങ്ങളും ആവൂല, നാളെ വേറെ ആളുകൾ. അള്ളാഹു അതിനെ ഉറപ്പിച്ചാലോ അതൊരു മഹാസൗഭാഗ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പോണത് ആലോചിച്ചു, പുറത്തു പോകാൻ ഒരു പണി, വളരെ കുറഞ്ഞ പ്രായമുള്ള
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് പാലിച്ച് ജീവിച്ചിട്ട് ഇതിനോടൊരു ബന്ധമില്ലാതെ ജീവിക്കണമെന്ന് എപ്പം ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ കാണില്ലേ സഹോദരങ്ങളെ? താൻ ഗൗരവത്തോടുകൂടെ നെഞ്ചിലേറ്റിയ ആദർശത്തിന്റെ ഏറ്റവും വിരോധം വെച്ച് ജീവിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. അതിനൊന്നും വലിയ പണിയില്ല സഹോദരങ്ങളെ. അല്ലെങ്കിൽ ഇപ്പൊ ഈ എല്ലാ നിസ്കാരത്തിലും വിഹിദന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയിപ്പിക്കണം, 2 സുജൂദിനിടയിൽ വഹ്ദിനി എന്ന് പറയിപ്പിക്കണം, വഹ്ദിനി എന്നിങ്ങനെ പറയിപ്പിക്കണം. ഏത് സമയത്തും പോവാം സഹോദരങ്ങളെ. പോവാതിരിക്കാനുള്ള വഴിയും കൂടി പറയട്ടെ ഞാൻ. ഒന്നെന്താണ്, ഇന്നത്തേനേക്കാൾ നന്നായി നാളെ ജീവിക്കാം. പറ്റത് ഇന്നത്തേനേക്കാൾ നന്നായി നാളെ ജീവിക്കാം. അപ്പൊ പടച്ചോൻ ഇത് വർദ്ധിപ്പിച്ച് തരും. ഉള്ളത് കുറച്ചാലോ താഴേക്കാ പോകാം. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. അള്ളാഹുവിന്റെ തൗഹീദിന് വേണ്ടി ആത്മത്യാഗം ചെയ്ത അസ്ഹാബ് കഹ്ഫിലെ യുവാക്കളെ കുറിച്ച് അള്ളാഹ് പറയാണെന്ത്, അവർ പടച്ചോൻ മാർഗ്ഗത്തിൽ ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചപ്പോഴേ പടച്ചോൻ ഓൾക്ക് ഉദയെ ഏറ്റിക്കൊടുത്തു എന്നാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ തൗഹീദിന് വേണ്ടി നമ്മൾ കുറച്ച് വിമർശനങ്ങളും ബഹിഷ്കരണങ്ങളും ഒക്കെ ഏൽക്കുമ്പോൾ, കുറച്ച് വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഏറ്റെടുക്കുമ്പോൾ എന്തുണ്ടാവുന്നെങ്കിൽ നമുക്ക് പടച്ചോൻ ഇങ്ങനെ തരും. നമ്മൾ ഇതിനൊന്നും എന്തെല്ലാതെ ഇങ്ങനെ ജീവിച്ചാൽ സഹോദരങ്ങളെ പോകും, കൈവിട്ട് പോകും. സുബൈക്ക് പള്ളിക്ക് വന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒപ്പമുള്ളവര് ഇതിനെപ്പറ്റി 2 വർത്തമാനം പറയുമ്പോൾ നമ്മുടെ മനസ്സൊന്നും കൂടെ ഇതിലേക്ക് വരും. വീട്ടിൽ കടന്നുറങ്ങിയിട്ട് തോന്നുമ്പോൾ സുബൈ നിസ്കരിച്ച് എഴുന്നേറ്റാലോ സഹോദരങ്ങളെ, ആരാ പറയാൻ, ആരാ ചർച്ച ചെയ്യാൻ, ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്നത്തേതിനേക്കാളും നന്നായി നാളെ ജീവിക്കാം. ഒരു വക്ത് അധികം സഹോദരങ്ങളെ നാളെ നിസ്കരിക്കാൻ ശ്രമിക്കാം. അപ്പം എന്ത് ചെയ്യുന്നത്, പടച്ചോൻ ഇതിനെ ഏറ്റിത്തിരി. ഒരു വഴി അതാണ്. രണ്ടാമത്തെ വഴി എന്താണ് സഹോദരങ്ങളെ, ഈ കൂട്ടായ്മയെ കൈവിട്ട് പോകരുത്. ആൾക്കാർ ചോദിക്കും, ഈ ആദർശം സ്വീകരിച്ച ഇതിന്റെ മെമ്പറാണോ? ആൾക്കാർ ചോദിക്കും, നിങ്ങൾ ആളാ പറയുന്നത്, ഇതനുസരിച്ച് ജീവിച്ചാൽ പോരാൻ മതി സഹോദരൻ. പക്ഷെ എന്താ ഈ കൂട്ടായ്മയിൽ ഉണ്ടാവുമ്പോൾ എന്ന് വെച്ചാൽ ഇടക്കോരെ ഫോൺ വരും. നമുക്കൊന്ന് ആലോചിക്കണ്ടേ, ഒന്ന് കൂടണ്ടേ, ഒന്ന് സംസാരിക്കണ്ടേ. അല്ലെങ്കിൽ ആരാ നമ്മളെ വിളിക്കും,